ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. ഓഡിയോ ഓക്കെ ആണോ? ഓഡിയോ ഒക്കെ ആണെങ്കിൽ ഒന്ന് പറയണേ. ഓഡിയോയും സ്ക്രീനും ഓക്കെ ആണെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ ആണ്. ഓക്കെ, ശരി. നമുക്കൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ആരെങ്കിലും വരാനുണ്ടെങ്കിൽ അവരും കൂടി വരട്ടെ, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങളിപ്പോ വന്നേക്കുന്ന എല്ലാവരും ഡിഗ്രി ലെവൽ എക്സാംസ് എഴുതുന്നവരാണോ? എല്ലാവരും ഡിഗ്രി ലെവലിന് ഫോക്കസ് ചെയ്യുന്നവരാണോ ഇപ്പൊ ലൈവിൽ വന്നേക്കുന്നത്? അതെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഡേറ്റ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് എത്ര സ്റ്റേജ് ഉണ്ട് എന്ന് അറിയില്ല. ഒന്നെങ്കിൽ 2 സ്റ്റേജ് ഉണ്ടാകാം, അല്ലെങ്കിൽ 3 സ്റ്റേജ് ഉണ്ടാകാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റേജിന്റെ ഡേറ്റ് ആണ് നമുക്ക് വന്നേക്കുന്നത്. ഇപ്പം മെയ് 2-നാണ് നമ്മുടെ എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ നോർമലി ഡിഗ്രി എക്സാംസ് നടക്കാറുള്ളത് മെയ് ലാസ്റ്റ് വീക്ക് ആയിരുന്നു. ഓക്കെ, മെയ് ലാസ്റ്റ് ആയിരുന്നു നോർമലി നടക്കാറുണ്ടായിരുന്നത്. ഇപ്രാവശ്യം മെയ് 1 തന്നെ വന്നു. മെയ് 2-നാണ് നമ്മുടെ എക്സാം വരുന്നത്. അപ്പം നമ്മുടെ മെയ് മാസത്തെ കലണ്ടർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ എത്ര നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ എല്ലാവരും എല്ലാത്തിനും അപ്ലൈ ചെയ്തിട്ടുണ്ടോ, അതോ ഏതെങ്കിലുമൊക്കെ പെർട്ടിക്കുലർ എക്സാംസിന് മാത്രമാണോ അപ്ലൈ ചെയ്തിട്ടുള്ളൂ? ഇപ്പം SBCID ഉണ്ട്, എക്സൈസ് ഇൻസ്പെക്ടർ ഉണ്ട്, അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാത്തിനും അപ്ലൈ ചെയ്തവരാണോ, അതോ ഏതെങ്കിലും പെർട്ടിക്കുലർ എക്സാംസിന് മാത്രം അപ്ലൈ ചെയ്തിട്ടിരിക്കുന്നവരാണോ? എല്ലാം ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ, എന്നാലും നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും 2-3 എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർ തന്നെ ആയിരിക്കും വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് എന്തായാലും എത്ര നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഉണ്ടെന്ന് നോക്കാം. SBCIDയുടെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഈ കലണ്ടർ നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. 2 ലക്ഷത്തോളം ആളാണ് SBCIDക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട എക്സാംസ് എന്ന് പറയുന്നത് ഒന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും, അതുപോലെ പിന്നെ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റുമാണ്. അതിൽ യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം 4 ലക്ഷത്തോളം ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ രണ്ടിലും, അതുപോലെ കമ്പനി ബോർഡിൽ രണ്ടിലും ആണെങ്കിലും 4 ലക്ഷത്തിനടുത്ത് 3.9 സംതിങ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ആപ്ലിക്കേഷൻസ് കാണുമ്പോൾ നമ്മൾ പേടിക്കും, ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളത്. പക്ഷെ ഈ 4 ലക്ഷം പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഇതിൽ ഒരു മജോറിറ്റി ആൾക്കാരും, ഒരു മോർ ദാൻ 80% ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ടാവില്ല, പ്രോപ്പർ ആയിട്ട് പഠിക്കുന്നുണ്ടാവില്ല. കുറെ പേര് പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ കണ്ടപ്പം അപ്ലൈ ചെയ്തിട്ടവരായിരിക്കും. ഇപ്പൊ സീരിയസ് ആയിട്ട് പഠിക്കുന്നവരെന്ന് പറയുന്നത് എന്താണ്, വളരെ കുറവായിരിക്കും. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ കൺഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തു തുടങ്ങിയോ? നിങ്ങൾ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, കൺഫർമേഷൻ കൊടുക്കാൻ ബാക്കിയുള്ളവര് ആ ലാസ്റ്റ് ഡേറ്റിലോട്ടേക്ക് നിൽക്കണ്ട, കൺഫർമേഷൻ കൊടുക്കുക. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മാർച്ച് 18 അപ്പൊ അപ്പോഴത്തേക്ക് കൊടുക്കാൻ പറഞ്ഞ് നിൽക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണയൊക്കെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഒക്കെ എക്സാമിന്
ലാസ്റ്റ് ഡേറ്റിലോട്ടേക്ക് നിന്നിട്ട് ചില ആളുകൾ മറന്നുപോയി, പിന്നെ അത് വിട്ടുപോയി, അങ്ങനെ കൺഫർമേഷൻ കൊടുക്കാതെ എക്സാം എഴുതാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് പറ്റരുത്. ഇപ്പം ഓർക്കാൻ പറ്റുന്ന ഒരു സമയം, ഇപ്പൊ എല്ലാവരും ഇതിനെപ്പറ്റി സംസാരിക്കുന്നതുകൊണ്ട് ഇപ്പൊ ഓർമ്മയുണ്ടാവും. അതുകൊണ്ട് ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്ത് ഇട്ടേക്കുക, കൺഫർമേഷൻ കൊടുത്തിട്ടേക്കുക, മറന്നു പോകരുത്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്കിപ്പം ഇതിലിപ്പം അപ്ലൈ ചെയ്ത ആൾക്കാരുടെ കാൻഡിഡേറ്റ്സിന്റെ എണ്ണം നമ്മൾ നോക്കുമ്പോൾ ലക്ഷങ്ങൾ കാണുമ്പോൾ നമുക്ക് ടെൻഷൻ ആവും. പക്ഷെ ഇതിൽ റിയൽ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു 6000 തൊട്ട് 7000 വരെ, അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഒരു 10000 പേര്. അത്രയാണ് ഈ റിയൽ ആയിട്ട് എന്താ പറയാ ഇതിനു വേണ്ടി മെനക്കെട്ടിരുന്ന് അത്രയും ഹാർഡ് വർക്ക് ചെയ്തും സ്മാർട്ട് വർക്ക് ചെയ്തും അങ്ങനെ പഠിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഒരു 6000 തൊട്ട് 7000 പേരെ ഉണ്ടാവുള്ളൂ. ഈ 6000 തൊട്ട് 7000 പേരോടാണ് നമ്മൾ ശരിക്കും എന്ത് ചെയ്യേണ്ടത്, കോമ്പീറ്റ് ചെയ്യേണ്ടത്. നമ്മൾ കാണുമ്പോൾ 4 ലക്ഷം 3 ലക്ഷം 2 ലക്ഷം എന്നൊക്കെ കാണുമെങ്കിൽ പോലും നമ്മൾ ഈ ഒരു 6000 to 7000 ഉള്ളിൽ വരാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. അപ്പം ഇതില് ഇപ്പൊ നിങ്ങൾ ഈ ലൈവിൽ വന്നിരിക്കുന്നതില് ഒരു ബേസും ഇല്ല. അതായത് PSC എന്താണെന്ന് പോലും അറിയാണ്ട് ഫസ്റ്റ് ടൈം PSCക്ക് ഒരു എക്സാമിന് അപ്ലൈ ചെയ്തിട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്താ PSC എന്ന് അറിയത്തേ ഇല്ല, അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് ടൈം PSCക്ക് യാതൊരു ബേസും ഇല്ലാണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പറയോ? PSC എഴുതിയിട്ടുണ്ട്, പക്ഷെ അതിനുവേണ്ടി വർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, ബാക്കിയുള്ളവരോ? സെയിം ആണ്. ഓക്കെ, നിങ്ങളിപ്പോ ഇവിടെ ഇരിക്കുന്നതിൽ ബിഗിനേഴ്സ് ആയിട്ട്, അതായത് PSCനെ പറ്റി യാതൊരു ഐഡിയ ഇല്ല, ബിഗിനേഴ്സ് ആയിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇപ്പൊ സംസാരിക്കാൻ പോകുന്നത് അത്യാവശ്യം PSCക്ക് ബേസ് ഉള്ള ആൾക്കാരോടും. ബേസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് PSCയുടെ സിലബസ് ഒക്കെ പരിചയമുണ്ട്, എന്തെങ്കിലുമൊക്കെ കുറച്ച് ബേസിക് ആയിട്ട് കാര്യങ്ങൾ അറിയാം, അങ്ങനെയുള്ള കുറച്ച് ആളുകളോടാണ് ഞാൻ ഇപ്പൊ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ബേസ് ഇല്ലാത്ത, അതായത് PSC ബിഗിനിങ് സ്റ്റേജിലുള്ളവരോട് നമുക്ക് ലാസ്റ്റ് കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്യാം, ഞാൻ പറയാം കേട്ടോ. അപ്പൊ നമുക്ക് May 2 എക്സാം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഇന്നിപ്പോ March 1 ആണ്. ഇനിയിപ്പോ നമുക്ക് ഏകദേശം ഒരു 60 ദിവസം, ഓക്കെ, 60 ദിവസത്തോളം നമുക്ക് നമ്മുടെ മുന്നിലുള്ളൂ. 60 ദിവസം തന്നെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലെ. അപ്പൊ 60 ദിവസം നമുക്ക് അപ്രോക്സിമേറ്റ്ലി എടുക്കാം. 60 ദിവസം എടുത്തിട്ട് ഇതിനെയാണ് ഈ ഒരു 60 ദിവസത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ എല്ലാവരും ഡിഗ്രി ലെവലിന്റെ സിലബസ് കണ്ടിട്ടുള്ളവരാണോ? ഡിഗ്രി ലെവലിന്റെ സിലബസ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഡിഗ്രി ലെവലിന്റെ സിലബസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് അറിയാമായിരിക്കുമല്ലോ. 0.33 ആണ് നെഗറ്റീവ് മാർക്ക് വരുന്നത്. ഒരു റൈറ്റ് ആൻസറിന് 1 മാർക്കാണ് വരുന്നത്. ടോട്ടൽ 100 മാർക്കിനാണ് നമുക്ക് PSC എക്സാംസ് വരുന്നത്. അപ്പൊ ഇതിന്റെ സിലബസ് ഇതാണ്. സിലബസിൽ നമുക്ക് 10 മാർക്ക് ഹിസ്റ്ററി. ഹിസ്റ്ററിയിൽ തന്നെ നമുക്ക് 3 രീതിയിലുള്ള ഹിസ്റ്ററീസ് ആണുള്ളത്. വേൾഡ് ഹിസ്റ്ററി, അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി. ജോഗ്രഫിയിൽ നമുക്ക് 3 ജോഗ്രഫീസ് പഠിക്കാനുണ്ട്. കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി. പക്ഷെ നമുക്ക് 5 മാർക്കേ വെയിറ്റേജ് ഉള്ളൂ. ഇക്കണോമിക്സ് 5, സിവിക്സ് 5, കോൺസ്റ്റിറ്റ്യൂഷൻ 5, ആർട്സ് ലിറ്ററേച്ചർ 10, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 5, സയൻസ് ആൻഡ് ടെക്നോളജി 5. ഇങ്ങനെയാണ് നമുക്ക് മാർക്കിംഗ് വെയിറ്റേജ് വരുന്നത്. ഈ ആദ്യത്തെ സെക്ഷൻ GK സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് 50 മാർക്കിനും, ഇനി താഴെ കിടക്കുന്ന നോൺ GK മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അത് 50 മാർക്കിനും. ഇങ്ങനെയാണ് നമ്മുടെ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഈ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഈ ഡിസ്ട്രിബ്യൂഷനെ പറ്റി പറയുമ്പോൾ ആദ്യം പറയാനുള്ളത് തീർച്ചയായിട്ടും എന്താണ്, ഈ ഒരു സെക്ഷനാണ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നുള്ള സെക്ഷനാണ്. കാരണം ആ ഒരു സെക്ഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വർക്ക്ഔട്ട് ചെയ്താൽ പോലും നമുക്ക് ഇവിടുന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ നിങ്ങൾ ഈ ഒരു സെക്ഷന് കുറച്ച് അധികം എഫേർട്ട് കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഈ ഒരു സെക്ഷൻ മാത്രം പഠിക്കണം എന്നല്ല കേട്ടോ, ഇതിന് കുറച്ച് കൂടുതൽ എഫേർട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു 40 മുകളിലോട്ടേക്ക് മാർക്ക്, ഈ 50 മാർക്കിൽ 40 മുകളിലോട്ടേക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ തന്നെ നിങ്ങൾ എന്താകും, സേഫ് സോണിലോട്ടേക്ക് എത്തും. അങ്ങനെ പറയാനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുവരെ നമുക്ക് 13 പ്രിലിംസ് ആണ് നടന്നിട്ടുള്ളത്. അതായത് 2021 മുതൽ 2021 തൊട്ടിട്ട് 2025 വരെ നടന്നിട്ടുള്ള പ്രിലിമിനറി പരീക്ഷകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 13 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണുള്ളത്. ഈ 13 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ നോക്കുക. 2021 2 സ്റ്റേജസ് ആയിട്ടാണ് പ്രിലിംസ് നടന്നത്. 2022 3 സ്റ്റേജ്, 23 3 സ്റ്റേജ്, 24 3 സ്റ്റേജ്, 25 2 സ്റ്റേജ്. ഇങ്ങനെയാണ് എക്സാംസ് നടന്നിട്ടുള്ളത്. ഈ ഓരോ എക്സാംസിലെയും, ഓരോ വർഷത്തെ എക്സാംസിലെയും കട്ട് ഓഫുകൾ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ
ഒന്നിന്റെ കട്ട് ഓഫ് പോലും എത്രയിൽ കയറിയിട്ടില്ല, ഒരു 55 മുകളിലോട്ടേക്ക് എന്ത് ചെയ്തിട്ടില്ല, കട്ട് ഓഫ് പോയിട്ടില്ല. എപ്പോഴും കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 40 to 52 ഈ ഒരു റേഞ്ചിനിടയിലാണ്. അതായത് ഇപ്പൊ കൂടുതലും 45 മുകളിലോട്ടേക്കാണ് കട്ട് ഓഫ് വരുന്നത്. ഒരിക്കലും 55 മാർക്കിന് മുകളിലോട്ടേക്ക് എന്ത് ചെയ്തിട്ടില്ല, കട്ട് ഓഫ് പോയിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ, നമ്മൾ എപ്പോഴും, അതായത് ഇത്രയും വർഷത്തെയാണ് ഈ പറയുന്നത്, ഇത്രയും വർഷത്തെ ഡാറ്റയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു 55 മാർക്കിന് മുകളിലോട്ടേക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, നമ്മൾ പ്രിലിംസ് ക്വാളിഫൈ ആകുമെന്നാണ്. അപ്പൊ ഈ 55 മാർക്കിലോട്ടേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ ഒരിക്കലും 100-ൽ 100 മാർക്ക് വാങ്ങാന്നുള്ള ഇന്റൻഷൻ അല്ല നിങ്ങൾ അവിടെ വെക്കേണ്ടത്. നമുക്ക് പ്രിലിംസിന് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം, കട്ട് ഓഫ് കിടക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം നമ്മുടെ ഇന്റൻഷൻ. പക്ഷെ നമുക്ക് മെയിൻസിലോട്ടേക്ക് വരുമ്പോൾ നമ്മൾ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യണം, എങ്കിൽ നമുക്ക് റാങ്കിലോട്ട് കയറാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ ഞാനിപ്പോ പ്രിലിംസിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ, മെയിൻസിന്റെ കാര്യം പിന്നീട് പറയാം. ഇപ്പൊ നമുക്ക് പ്രിലിംസിനെ പറ്റി സംസാരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് 55 മാർക്കാണ് നമ്മുടെ ഇന്റൻഷൻ. ഓക്കെ, ഈ 55 മാർക്ക് വാങ്ങിക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് ആരെയാണ്, ഇവരെയാണ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. ഇവിടെ നിന്ന് നമുക്കൊരു 40-ന് മുകളിലോട്ടേക്ക് മാർക്കും, മുകളിലെ പോർഷൻ GK-യുടെ പോർഷൻസിൽ നിന്ന് നമുക്ക് ഒരു 20 to 25 മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 20 to 25 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുവാണെങ്കിൽ നമ്മൾ എന്താവും, നമ്മൾ പ്രിലിംസ് എന്തായാലും പാസ്സാവും. അപ്പം ഇത് ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് ഫോക്കസ് കൊടുക്കണം എന്ന് എല്ലാവരും പറയുന്ന കാര്യമാണ്. അപ്പൊ പലർക്കും ഒരു വിചാരം ഉണ്ടാവും, എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, എന്തു പറ്റി, പോയോ, സ്ക്രീനൊന്നും കാണുന്നില്ലേ, വോയിസ് പോയോ, സെപ്റ്റംബർ എന്താ പോയോ എന്ന് ചോദിച്ച് മെസ്സേജ് ഇട്ടേക്കുന്നേ, കേൾക്കുന്നില്ലേ? ഞാൻ മെസ്സേജ് ഇപ്പോഴാണ് കണ്ടത്. കേൾക്കാമോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശരി. അപ്പം എല്ലാവരും മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് ഫോക്കസ് കൊടുക്കാൻ പറയുമെങ്കിലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ശരി എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് എവിടുന്ന് തുടങ്ങും, ഇതെങ്ങനെ പഠിക്കും എന്നുള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മലയാളം പഠിക്കണമെങ്കിൽ നിങ്ങൾ ഓരോന്നായിട്ട് ഇരുന്ന് പഠിക്കാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ എടുത്തിട്ട് അങ്ങ് പഠിക്കുക. അതായത് നിങ്ങൾക്ക് ലളിതം പബ്ലിക്കേഷൻസ് ഉണ്ട്, അവരുടെ മലയാളത്തിന്റെ PYQ ബുക്ക് കിട്ടും. ഓക്കെ, വാങ്ങാൻ പറ്റുവാണെങ്കിൽ വാങ്ങിക്കോളൂ, ലളിതം പബ്ലിക്കേഷൻസിന്റെ ബുക്ക്. അപ്പം ഇത് വാങ്ങിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, PYQ ഇരുന്നിരുന്ന് പഠിക്കുക. ആ ഒരു ബുക്കിലുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് ഇരുന്നിരുന്ന് പഠിക്കുക. നിങ്ങൾക്ക് അതപ്പം മലയാളത്തിന്റെ ഒരു ബേസ് ആയിക്കോളും. നിങ്ങളൊരു ഡെയിലി ഒരു ലളിതം പബ്ലിക്കേഷൻ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഒരു ഡെയിലി 5 to 6 പേജോ ഒക്കെ വായിച്ചൊന്ന് പോയാൽ മതി. ഇനി നിങ്ങൾക്ക് അത് വാങ്ങാൻ അഫോർഡബിൾ അല്ല, നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രയാണങ്ങൾ ഇന്നലകളിലൂടെ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ട്, പ്രയാണം ഇന്നലകളിലൂടെ. അപ്പം അതിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന്റെ മാത്രം PYQs കിട്ടും. ഓക്കെ, MEMന്റെ മാത്രം PYQ കിട്ടും. അപ്പൊ അത് നോക്കിയാലും മതി. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പൊ ക്യാഷ് വാങ്ങിക്കാൻ ക്യാഷ് ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താലും മതി. ഓക്കെ, പറയാം കേട്ടോ, അങ്ങനെ ചെയ്യാട്ടോ. ഇനി മാത്സിലേക്ക് വരുമ്പോൾ, മാത്സ് നിങ്ങൾക്ക് തീരെ ബേസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ബേസ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. മാത്സിലോട്ടേക്ക് വരുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറെ മേഖലകളുണ്ട്. നമുക്ക് ഈ മാത്സ്, മലയാളം, ഇംഗ്ലീഷിൽ ഹോട്ട് ടോപ്പിക്സ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇതിൽ നിങ്ങൾ എല്ലാം പഠിക്കണം, മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിലെല്ലാം നിങ്ങൾ പഠിക്കണം. മാത്സിന്റെ കാര്യത്തിലോട്ടേക്ക് വരുവാണെങ്കിൽ നിങ്ങൾ പെർസെന്റേജ്, ആവറേജ്, അങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ മസ്റ്റ് ആയിട്ടും പഠിക്കണം. അതിൽ നിന്നൊക്കെ എല്ലാ തവണയും എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ അത് ബേസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മാത്സിന് ഒരു ബേസ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ഒരു 60 ദിവസങ്ങളിൽ ശ്രമിക്കുക. നിങ്ങൾ ദിവസവും 20 ക്വസ്റ്റ്യൻസ്, മാത്സിൽ 20 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതായത് 20 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ 30 മിനിറ്റ് സമയം കൊടുക്കുക. നിങ്ങൾക്ക് ആദ്യം ആ ഒരു 30 മിനിറ്റ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ആയെന്ന് വരില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് 30 മിനിറ്റിന് പകരം 1 മണിക്കൂറൊക്കെ ഞങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു 20 ക്വസ്റ്റ്യൻ ചെയ്യാൻ സമയം എടുക്കുമായിരിക്കും. പക്ഷെ അത് പ്രോബ്ലം ഇല്ല. നമ്മുടെ മുന്നിൽ 60 ദിവസം സമയം ഉണ്ടല്ലോ. ഈ 60 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഒരു 50 ദിവസം അല്ലെങ്കിൽ ഒരു 40 ദിവസമൊക്കെ എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് എന്താവും, ആ ഒരു സ്പീഡ് കിട്ടിക്കോളും. മാത്സിന് എപ്പോഴും നമുക്ക് സ്പീഡാണ് വേണ്ടത്. കാരണം നമുക്ക് എക്സാം ഹോളിൽ പോകുമ്പോൾ നമുക്ക് എന്തില്ല, ടൈം നോക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. നമുക്ക് വാച്ചൊന്നും കെട്ടാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് ടൈം അറിയത്തില്ല. അപ്പൊ നമ്മൾ ഈ മാത്സ് ചിലപ്പം 20 ക്വസ്റ്റ്യൻസ്, മാത്സ് 20 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഈ 20 ക്വസ്റ്റ്യൻസിൽ നമ്മൾ സ്റ്റക്ക് ആയിട്ട് അങ്ങ് ഇരിക്കും. അപ്പൊ നമുക്ക് ഒരു ഐഡിയ കിട്ടില്ല, സമയം എത്രയായി എന്നൊക്കെ ഒരു ഐഡിയ കിട്ടില്ല. അപ്പം നിങ്ങൾ ടൈം മാനേജ്മെന്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ദിവസവും എന്ത് ചെയ്യണം, മാത്സ്,
20 ക്വസ്റ്റ്യൻസ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഇംഗ്ലീഷിലോട്ടേക്ക് വരുമ്പോൾ മാത്സിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ബേസ് ഇല്ലാത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാനല് ട്രിക്ടേൺ ആണ് കേട്ടോ. ട്രിക്ടേണിന്റെ ജെറിൻ സാറിന്റെ ക്ലാസ്സുകൾ വളരെ നല്ല ക്ലാസ്സുകളാണ്. അപ്പം ആ ഒരു ചാനലിൽ പോയാൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ ഒരുപാട് വീഡിയോസ് കാണാം. കുറച്ച് ലോങ് വീഡിയോസ് ആണ്. ഒരു വീഡിയോ തന്നെ എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂർ സമയമൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ 2x ഇട്ടിട്ട് നിങ്ങൾക്ക് തീരെ അറിയാത്ത ടോപ്പിക്കുകളൊക്കെ അങ്ങനെ ഒന്ന് ബേസ് ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടി മാത്സിൽ ശ്രമിക്കുക. അതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, 20 ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. 20 ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ട്രിക്ടറിന്റെ തന്നെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. അതിന്റെ ചാനലിൽ ഇട്ടേക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെ വർക്ക്ഔട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ മാത്സിന്റെ ഒക്കെ PYQs കിട്ടുമല്ലോ, PYQ 20 ക്വസ്റ്റ്യൻസ് എടുത്ത് വർക്ക്ഔട്ട് ചെയ്താലും മതിയാവും. ഓക്കെ, ഇനി ഇംഗ്ലീഷിലോട്ടേക്ക് വരുമ്പോൾ ഇംഗ്ലീഷിൽ 2 സെക്ഷൻ ആണുള്ളത്. ഗ്രാമറും ഉണ്ട്, അതുപോലെ തന്നെ വൊക്കാബ്സും ഉണ്ട് അല്ലെ. അപ്പം ഈ ഗ്രാമറിന്റെ സെക്ഷനിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഗ്രാമർ പഠിച്ചു വെക്കണം. ഗ്രാമറിൽ ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ്, അതുപോലെ തന്നെ റിപ്പോർട്ടഡ് സ്പീച്ച്, ഈഫ് ക്ലോസ്, കണ്ടീഷണൽ സെന്റൻസ്, അതുപോലെ ഇൻഡയറക്റ്റ് സ്പീച്ച്, അങ്ങനെ കുറെ ഭാഗങ്ങളിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് പാസീവ്, ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് തുടങ്ങിയ ഭാഗത്തു നിന്നൊക്കെ എന്തായാലും ക്വസ്റ്റ്യൻ വരും, ഉറപ്പാണ്. അതായത് ഇംഗ്ലീഷിലെ ഗ്രാമറിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് ഒന്നും പഠിക്കാണ്ട് നിങ്ങൾ ഒരിക്കലും പോകരുത് ഒരു എക്സാമിന്. അതിപ്പോ ഏത് ലെവലാണെങ്കിലും എല്ലാ ലെവലിലും ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നതാണ്. അതുപോലെ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, ഇതിനൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാ. സോ അങ്ങനെയുള്ള ഏരിയാസ് ഒന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം ആ ഉള്ള ഏരിയാസിൽ നിന്നൊക്കെ എല്ലാവരും 1 മാർക്ക് സ്കോർ ചെയ്യും. അപ്പൊ നമുക്ക് ആ 1 മാർക്ക് നമ്മൾ നഷ്ടപ്പെടുത്താൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് ഗ്രാമർ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിക്കുക. ഗ്രാമറിന് വേണ്ടി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ചാനൽ ജാഫർ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ജാഫർ സാറിന്റെ ക്ലാസ്സുകൾ നല്ലതാണ്. അത് കൂടാതെ എനിക്ക് തോന്നുന്നു വേറെയും കുറെ ക്ലാസ്സുകൾ, നല്ല ക്ലാസ്സുകൾ യൂട്യൂബിലുണ്ട്. നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം, നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ മനസ്സിലാകുന്നത് അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക. ഇനി വൊക്കാബുലറി സെക്ഷൻ ആണ്. ഇംഗ്ലീഷിൽ തന്നെ വൊക്കാബുലറി സെക്ഷൻ ഉണ്ട്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില വൊക്കാബുലറീസ്, അതായത് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇവർ ചോദിക്കുന്ന വൊക്കാബുലറീസ് നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് എന്ത് കിട്ടില്ല, നമുക്ക് അറിയില്ലാത്തതായിരിക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ബാക്കി എല്ലാവർക്കും അറിയത്തുണ്ടാവില്ല. അതായത് ഇതിനു വേണ്ടി ഇങ്ങനെ ഇരുന്ന് പഠിച്ചിട്ട് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് ബാക്കിയുള്ളവർക്കും അറിയത്തുണ്ടാവില്ല. അപ്പൊ ചില വൊക്കാബുലറി നമുക്ക് കിട്ടരുത് എന്ന ഇന്റൻഷനോട് കൂടി തന്നെ ചിലത് ഇടുന്നുണ്ട്. സോ അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ഏതെങ്കിലും വൊക്കാബുലറി കാണുവാണെങ്കിൽ നിങ്ങൾ അത് ഇഗ്നോർ ചെയ്തോളൂ. കാരണം നിങ്ങൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ ബാക്കിയുള്ളവരും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് വൊക്കാബുലറി ഉണ്ട്, കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് വൊക്കാബുലറീസ് ഉണ്ട്. അത് നിങ്ങൾ പഠിച്ചു വെക്കണം. അത് ഞാൻ പറ്റുവാണെങ്കിൽ ഞാൻ വരുന്ന ദിവസങ്ങളിൽ കുറച്ചായിട്ട് ഞാൻ എന്ത് ചെയ്യാം, ചാനലിൽ കിട്ടുന്ന അനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾ അതൊന്ന് പഠിച്ചു പോവാം. അതുപോലെ ഫ്രേസൽ വേർബ്സ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ഫ്രേസൽ വേർബുകൾ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ വൊക്കാബുലറി ആ രീതിയിലാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് GKയുടെ സെക്ഷനിലോട്ടേക്ക് വരാം. സത്യസന്ധമായി പറയുകയാണെങ്കിൽ 60 ദിവസം കൊണ്ട് ഈ ടോപ്പിക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. ഓക്കെ, 60 ദിവസം കൊണ്ട് ബേസ് ഇല്ലാത്തവരോടാണ് പറയുന്നത്. ഇപ്പം ഓൾറെഡി കുറെ വർഷങ്ങളായിട്ട് പഠിക്കുന്നവർക്ക് ഇതൊന്ന് റിവൈസ് ചെയ്താൽ മതിയായിരിക്കും. അല്ലാണ്ട് ഇതിനെപ്പറ്റി ഐഡിയ ഇല്ലാത്തവർക്ക് 60 ദിവസം കൊണ്ട് ഈ ടോപ്പിക്കുകളൊക്കെ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് സിലബസ് എന്തായാലും ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഈ 60 ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാല്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ടോട്ടല് 13 എക്സാംസ് ആണ് നടന്നിട്ടുള്ളത്. ഈ 13 എക്സാംസിൽ 13 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ GK പോർഷനിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് വന്നേക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. നമുക്ക് ഏകദേശം ഒന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് 50ഓളം GK ടോപ്പിക്സിനെ നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അത് ഞാൻ ഓൾറെഡി നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഹൈലൈറ്റ്സിൽ ഇട്ടിട്ടുണ്ട് ആ ഒരു 50 ടോപ്പിക്കിന്റെ ലിസ്റ്റ്. അപ്പം ആ ടോപ്പിക്കിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചോദിച്ചിട്ടുള്ള 13 ക്വസ്റ്റ്യൻ പേപ്പറും 2021 തൊട്ട് 2025 വരെ നടന്ന ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയിലെ 13 ക്വസ്റ്റ്യൻ പേപ്പറിലും കോമൺ ആയിട്ട് ചോദിച്ചിരിക്കുന്ന 50 ടോപ്പിക്കുകളാണിത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക, ആ ഏരിയാസിൽ നിന്നും 2026 പ്രിലിമിനറി പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും, ചോദ്യങ്ങൾ വരും. സോ നിങ്ങൾ ഏത് ടോപ്പിക്ക് പഠിച്ചില്ലെങ്കിലും ആ 50 ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ആ 50 ടോപ്പിക്കുകൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം. അതിനുശേഷം വേണം നിങ്ങൾ ബാക്കി ടോപ്പിക്കുകൾക്ക് പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സിലബസിലേക്ക് വരുമ്പോൾ ഞാൻ അതൊന്ന് ഇറേസ് ചെയ്യട്ടെ, ഒരു മിനിറ്റ് കേട്ടോ. നമ്മുടെ ഈ ഒരു സിലബസിലേക്ക് വരുമ്പോൾ നമ്മൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം വിട്ടോളൂ. GKയുടെ കാര്യം മാത്രമാണ് ഈ പറയുന്നത് കേട്ടോ.
ഈ ഒരു സിലബസിലേക്ക് വരുമ്പോൾ നമുക്ക് ഹിസ്റ്ററി നിങ്ങൾ നോക്കിക്കേ. ഹിസ്റ്ററിക്ക് 10 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. ഇത് വളരെ വളരെ വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ടോപ്പിക്കാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ ഒരു 10 മാർക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു ഇന്ത്യൻ ഹിസ്റ്ററി, ഇപ്പം 10 മാർക്ക് ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിന്ന് ചിലപ്പോൾ 3 ചോദ്യങ്ങളെ വരത്തുണ്ടാവുള്ളൂ. ചിലപ്പം വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നായിരിക്കും കൂടുതൽ ചോദ്യം വരുന്നത്. വേൾഡ് ഹിസ്റ്ററിയിൽ ചിലപ്പോൾ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. കേരള ഹിസ്റ്ററിന്ന് ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ വരിക. അപ്പൊ നിങ്ങൾ ഈ ഒരു ചിലർ എന്ത് ചെയ്യും, ഇന്ത്യൻ ഹിസ്റ്ററി, ഈ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരുപാട് ദിവസം ഒരു 2 ആഴ്ചയോളം ഇന്ത്യൻ ഹിസ്റ്ററിക്ക് വേണ്ടി മാത്രം ഇരിക്കും. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്ന മണ്ടത്തരാണ്. ഇതിനെ ബാലൻസ് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, ഹിസ്റ്ററി പഠിക്കാൻ വേണ്ടി പാടുള്ളൂ. ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ 3 ഹിസ്റ്ററീസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഈ 3 ഹിസ്റ്ററിയിൽ ചെറിയ സമയം കൊണ്ട്, അതായത് ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഹിസ്റ്ററി എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയാണ്. ഈ വേൾഡ് ഹിസ്റ്ററിയിൽ തന്നെ റവല്യൂഷൻസ് എന്നുള്ള ഭാഗമുണ്ട്. റവല്യൂഷൻസിൽ നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷനും പിന്നെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ UNOയുമായി ബന്ധപ്പെട്ടിട്ടും ചോദ്യങ്ങൾ കാണാറുണ്ട്. സോ നമുക്ക് വേൾഡ് ഹിസ്റ്ററി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ചുരുങ്ങിയ സമയം കൊണ്ട്, ഒരുപാട് ടൈം എടുക്കാതെ, പറയാൻ അഞ്ജന ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഒരുപാട് സമയം എടുക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് മാർക്ക് വാങ്ങാക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇന്ത്യൻ ഹിസ്റ്ററിയിലോട്ടേക്ക് വരുവാണെങ്കിൽ, ഒരു ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റ് ആയിട്ട് കിടക്കണം. നമുക്ക് ഒരു വർഷം മൊത്തം എടുത്ത് പഠിച്ചാലും നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അവിടെ റിപ്പീറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് ആരെയാണ്? മഹാത്മാഗാന്ധി. ഗാന്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയാസ്, ഗാന്ധിജിയുടെ ഇവിടെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മൂവ്മെന്റുകളും ഗാന്ധിയൻ ഇറ എന്നുള്ള ഭാഗമാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവിടെ നിന്നാണ് ചോദ്യം വരുന്നത്. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ മുഗൾസുമായി ബന്ധപ്പെട്ട് മെഡീവൽ ഹിസ്റ്ററിയിലെ കുറച്ച് ടേംസും കാര്യങ്ങളും ഇപ്പൊ ചോദ്യങ്ങളായിട്ട് കാണുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഏരിയാസ് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുക. അല്ലാതെ ഈ ഹിസ്റ്ററിക്കൊന്നും ഒരുപാട് കിടന്ന് സമയം കളയരുത്. ഇനി ജോഗ്രഫിയുടെ സെക്ഷനും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. കേരള ജോഗ്രഫി എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. ഇപ്പം 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാലായി എന്നുള്ള രീതിയിലാണ് കേരള ജോഗ്രഫി കിടക്കുന്നത്. ജോഗ്രഫിയുടെ സെക്ഷനിൽ വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ ജോഗ്രഫിയിൽ നമ്മുടെ ഫിസിക്കൽ ജോഗ്രഫി ഉണ്ടല്ലോ, ഇന്ത്യൻ ഫിസിയോഗ്രഫി ഉണ്ടല്ലേ, നോർത്തേൺ മൗണ്ടെയിൻ സിസ്റ്റം, ആ ഒരു ഏരിയയിൽ നിന്നൊക്കെയാണ് അവിടുന്ന് ചോദ്യങ്ങൾ വരുന്നത്. സോ നിങ്ങൾ ജോഗ്രഫി ഇരുന്ന് പഠിക്കുമ്പോൾ മുഴുവൻ ഇരുന്ന് ആകെ 5 മാർക്കേ അവിടെ ഉള്ളൂ. ഈ 5 മാർക്കിന് വേണ്ടി നിങ്ങളുടെ സമയം മൊത്തം അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. ഇവിടെ സ്പെഷ്യൽ ആയിട്ട് പറയാനുള്ള ഒരാള് ഈ IT ആണ്, കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത എന്താ വെച്ചാല്, നമുക്ക് വളരെ ചെറിയ സിലബസ് ആണ്. ചെറിയ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ചുരുങ്ങിയ സമയം കൊണ്ട് കമ്പ്യൂട്ടർ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു 3 മാർക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഈ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് പഠിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് ലാഗ് അടിച്ച്, അതായത് കുറച്ച് സമയം എടുത്ത് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ അതിനുശേഷം പഠിക്കുക. അപ്പൊ പെട്ടെന്ന് പഠിച്ച് പെട്ടെന്ന് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ് നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത്. ഇക്കണോമിക്സും അതുപോലെ തന്നെയാണ്. ഇക്കണോമിക്സ് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അവിടെ നിങ്ങൾക്ക് എക്കണോമിക്സിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, നിങ്ങൾ കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ടാണ് എക്കണോമിക്സ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇവിടെ 4 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. 5 മാർക്കിൽ ഒരു 3 to 4 മാർക്ക് എന്തായാലും നിങ്ങൾക്ക് എക്കണോമിക്സിൽ നിന്ന് കിട്ടും. ഓക്കെ. പക്ഷെ ഹിസ്റ്ററിക്ക് ആ ഒരു ഉറപ്പ് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ എവിടെ നിന്നെങ്കിലുമൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കണ ഏതെങ്കിലും ആൾക്കാരൊക്കെ ആയിരിക്കും ഉണ്ടാവുക ഹിസ്റ്ററിയിൽ. അപ്പൊ നമുക്ക് ഹിസ്റ്ററിയിൽ നമുക്ക് ഷുവർ, നിങ്ങൾ അത് പഠിച്ചു എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഷുവർ ഷോട്ട് ആയിട്ട് 7 മാർക്ക് കിട്ടും, അല്ലെങ്കിൽ 8 മാർക്ക്, ഈ ഒരു 10 മാർക്കിൽ 7 മാർക്ക് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ എക്കണോമിക്സ് പോലുള്ള സബ്ജക്റ്റ് ഒക്കെ കുറച്ച് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇവിടെ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ഒരു 3 to 4 മാർക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതും നിങ്ങൾ മര്യാദക്കാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് ഇവിടെ ഒരു 3 to 4 മാർക്ക് ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ, ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ പ്രോപ്പറായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെയിൻസിനും അത് ഹെൽപ്ഫുൾ ആവും. മെയിൻസിലോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അതിനുവേണ്ടി പണിയെടുക്കേണ്ടതായിട്ട് വരില്ല. ഇനി അടുത്ത ഒരാള് ആർട്സ്, ലിറ്ററേച്ചർ ആൻഡ് സ്പോർട്സ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാവരും വിട്ട് കളയുന്ന ഒരു ഭാഗമാണ്, നമുക്ക് ബോർ അടിക്കുന്ന ഒരു ഭാഗമാണ്. ഇതിലെന്താ, ഇത് വളരെ വാസ്റ്റ് ആയി കിടക്കുന്നതുകൊണ്ട് ഇതിൽ എന്ത് പഠിക്കണം എന്ന് പലർക്കും ഡൗട്ട് ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഈ സ്പോർട്സിൽ നിന്നും ലിറ്ററേച്ചറിൽ നിന്നുമാണ് ഈ ഒരു സെക്ഷനിൽ കൂടുതലും ചോദ്യങ്ങൾ വരുന്നത് കേട്ടോ. അപ്പം സ്പോർട്സിൽ തന്നെ നമുക്കിപ്പം ഒളിമ്പിക്സിന്റെ ഭാഗത്തുനിന്ന് വരാം, അതുപോലെ തന്നെ നമ്മുടെ കറന്റ് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് പ്രധാനപ്പെട്ട വേദികൾ ഏതെല്ലാം അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ പറയാം. ഈ സെപ്റ്റംബർ എന്ന് പറഞ്ഞ ആളുടെ പേരെന്തായിരുന്നു? അപ്പൊ
അപ്പൊ ഈ സ്പോർട്സ് ഒക്കെ നിങ്ങൾ ഉണ്ടല്ലോ കറണ്ട് അഫയേഴ്സ് സെക്ഷൻ ആക്കിയിട്ട്, അതായത് കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ട് പഠിക്കുക. ഈ ലിറ്ററേച്ചറിന്റെ കാര്യത്തിലും അത് തന്നെയാണ് പറയാനുള്ളത്. ഇവിടെ കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്, ഞാൻ അത് കാണിച്ചു തരാം. ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ അവിടുത്തെ കോമൺ ആയിട്ടുള്ള ടോപ്പിക് ഏതാണ്. സയൻസ് ആൻഡ് ടെക്നോളജിയിലോട്ടേക്ക് വരാം. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ആ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ ആദ്യത്തെ ഭാഗത്ത് ഫാക്ട്സ് അബൌട്ട് ഹ്യൂമൻ ബോഡി എന്ന് കിടപ്പുണ്ട്. നിങ്ങൾ ഒരിക്കലും ഈ ഒരു സെക്ഷനിൽ വന്നിട്ട് ഹ്യൂമൻ ബോഡി പഠിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്, അത് മണ്ടത്തിലാണ്. അവിടുന്ന് ചോദ്യം വന്നാലും ഒരു ചോദ്യമേ വരുള്ളൂ. ഹ്യൂമൻ ബോഡിയൊക്കെ പഠിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര വാസ്റ്റ് ആണ്, തീരത്തില്ല. സോ ആ ഒരു സെക്ഷനിൽ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ബേസിക്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് അങ്ങനെ ഒരു സെക്ഷൻ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ അത് പഠിക്കരുത്. ഇവിടെ നിങ്ങൾ എൻവയോൺമെന്റിന് പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഇഷ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. പിന്നെ ഇവിടെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്താ, ISRO, അതുപോലെ തന്നെ DRDO, അവരുടെ പ്രധാനപ്പെട്ട മിഷൻസ്, അങ്ങനെയുള്ള സാധനങ്ങൾക്കാണ് നിങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. നാനോ ടെക്നോളജി, എന്താണ് ബയോടെക്നോളജി, അങ്ങനെയുള്ള സാധനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് അതും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കറണ്ട് അഫയർ റിലേറ്റഡ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഏരിയയാണ്. അപ്പൊ ഇവിടെ പോയിട്ട് നിങ്ങൾ മറ്റേ സയൻസ് പഠിക്കരുത്. കാരണം അവിടെ ഈ ഒരു എൻവയോൺമെന്റിൽ നിന്നൊക്കെയാണ് കൂടുതൽ ചോദ്യങ്ങൾ കാണുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു സെക്ഷൻ എൻവയോൺമെന്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജിനെ അപ്രോച്ച് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സിലബസുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഇനി അടുത്ത കാര്യം, നിങ്ങൾ എല്ലാവരും 50 ഹോട്ട് ടോപ്പിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കണേന്ന് എനിക്കറിയാം. ഈ 50 ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാന്ന് പറയണതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം പറയാം. 50 ഹോട്ട് ടോപ്പിക്സും കൊണ്ട് നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ആവുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ആവും. അതായത് 50 ഹോട്ട് ടോപ്പിക്സ് പ്ലസ് അതിന്റെ കൂടെ നിങ്ങൾ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് പക്ക ആയിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ആവും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് പ്രിലിംസ് ക്ലിയർ ആയാൽ മാത്രം പോരാ, നമുക്ക് എന്തുണ്ട്, മെയിൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഒരു സാധനം പഠിക്കുമ്പോൾ മെയിൻസിനെയും കൂടി മുന്നിൽ കണ്ടിട്ടേ പഠിക്കാൻ പാടുള്ളൂ. കാരണം മെയിൽ നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞാലും പിന്നെ നിങ്ങൾക്ക് അതിന്റെ ഇടയിൽ ഒരു 3 months ഒക്കെ നമുക്ക് മെയിൻസിലേക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക് ഏതാണെങ്കിലും, ഇപ്പൊ 50 ഹോട്ട് ടോപ്പിക് ആണ് പഠിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിലും ആ പഠിക്കുന്ന കാര്യം നിങ്ങൾക്ക് മെയിൻസിനും കൂടി യൂസ്ഫുൾ ആകുന്ന രീതിയിൽ മാത്രമേ നിങ്ങൾ പഠിച്ചു പോകുള്ളൂ. മെയിൻസിനും കൂടി യൂസ്ഫുൾ ആവുന്ന രീതി എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കുറച്ച് ഡെപ്തിൽ തന്നെ പഠിച്ചു പോകണം. മെയിൻസിലോട്ടേക്ക് വരുമ്പോൾ കുറച്ച് ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ വേറൊരു കാര്യമുണ്ട്, മെയിൻസിന്റെ സിലബസ് വന്നിട്ടില്ല. സിലബസ് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് അറിയോ ഇല്ല. ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകാം, ചിലപ്പോൾ മാറ്റങ്ങൾ ഇല്ലായിരിക്കാം. എന്തായാലും GK ടോപ്പിക്സ് എന്തായാലും മെയിൻസിൽ ഉണ്ടാവുമല്ലോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു ദിവസം, നിങ്ങൾ എല്ലാവരും വർക്കിംഗ് ആസ്പിറൻസ് ആണോ? എല്ലാവരും വർക്ക് ചെയ്യുന്നവരാണോ അതോ ഫുൾ ടൈം പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഫുൾ ടൈം പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങളൊക്കെ എത്ര എന്താ ചെയ്യണേ? ഫുൾ ടൈം ആണോ പഠിക്കുന്നത്? ഫുൾ ടൈം ആണ്. ഓക്കെ, എല്ലാരും ഫുൾ ടൈമാ? എല്ലാരും ഫുൾ ടൈം ആയിരുന്നല്ലേ? ഫുൾ ടൈംകാർക്ക് നിങ്ങൾക്ക് എത്ര മണിക്കൂർ പഠിക്കാൻ കിട്ടും ഏകദേശം? നിങ്ങൾക്കൊക്കെ എത്ര മണിക്കൂർ ഏകദേശം പഠിക്കാൻ കിട്ടുന്നുണ്ട്? പന്ത്രണ്ട് മണിക്കൂറൊക്കെ പഠിക്കാൻ കിട്ടുന്നുണ്ടോ? ഓക്കെ, 5 മണിക്കൂർ. ശരി. ഓക്കെ, 3 to 4 hours കിട്ടും. ശരി, 5 to 6 hours. ശരി 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 ശരി. നമുക്ക് 2 കാറ്റഗറിയിലാണ് നമുക്ക് PSC ആസ്പിരൻസ് ഉള്ളത്. ഒന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നവരും, മറ്റൊന്ന് നമുക്ക് അത്ര കൺസിസ്റ്റന്റ് അല്ലാണ്ട് പഠിക്കുന്നവരും. അതായത് കൺസിസ്റ്റന്റ് എന്ന് വെച്ചാൽ ഡെയിലി പഠിക്കുന്നവരും, ഡെയിലി പ്രോപ്പർ ആയിട്ട് പഠിക്കുന്നവരും ഉണ്ട്, ഒരു ദിവസം പഠിച്ച് 2 ദിവസം പഠിക്കാത്തവരും ഉണ്ട്. ഈ ഒരു കാറ്റഗറിയിലുള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതായിക്കോളൂ. കാരണം ഈ ഒരു കാറ്റഗറിക്കാർക്ക് ഞാനിപ്പോ പറയുന്ന കാര്യം ഒന്നും ഡൈജസ്റ്റ് ആവില്ല. ഈ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നവർ മാത്രം ഞാൻ പറയണ കേട്ടാൽ മതി കേട്ടോ. കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം നിങ്ങൾ 10 മണിക്കൂർ, എല്ലാ ദിവസവും നിങ്ങൾ 10 മണിക്കൂർ പഠിക്കണമെന്നല്ല. ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ 4 to 5 hours ഡെയിലി പഠിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് 10 മണിക്കൂർ പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവും, നാളെ നിങ്ങൾക്ക് 5 മണിക്കൂറേ പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. അത് കുഴപ്പമില്ല. പക്ഷെ ഇന്ന് നിങ്ങൾ പഠിച്ചു, പക്ഷെ നാളെ പഠിക്കുന്നില്ല, എന്നിട്ട് 2 ദിവസം പഠിക്കാണ്ട് പിന്നെയും വീണ്ടും വരുന്നു. അങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ എക്സാം ക്ലിയർ ആവില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ വിഷമമാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് റിയാലിറ്റിയാണ് കേട്ടോ. നിങ്ങൾ
നിങ്ങൾ ഡെയിലി ഒരു 4 to 5 അവേഴ്സ് മാക്സിമം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇപ്പോഴത്തെ ലൈവിന്റെ ചാറ്റ് എവിടെയാന്ന്? ലൈവിന്റെ ചാറ്റ് ഈ നമ്മുടെ അങ്ങനെ ചോദിച്ചപ്പോ എന്താ പറയാ, ഈ ലെറ്റർ സ്റ്റോക്കിന്റെ ആ നെയിം എഴുതിയെടുത്തിട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മുകളിൽ ഡിസ്കസ് എന്ന് പറഞ്ഞിട്ട് കാണും. ഓക്കെ, ലെറ്റർ സ്റ്റോക്ക് എന്ന് എഴുതിയതിൽ നിൽക്കുക. അപ്പൊ ഒരു സ്ക്രീൻ വരും. അപ്പൊ അതിൽ ഡിസ്കസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ മിഥുൻ. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നു? ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്നതിനെ പറ്റിയിട്ടാണ് പറഞ്ഞു വന്നത്. അപ്പൊ ചിലർക്ക് നിങ്ങളിപ്പം പറഞ്ഞ പോലെ ന്യൂ ബോൺ ബേബീസ് ഉള്ളവരുണ്ടാവും. അപ്പൊ അവർക്ക് ചിലപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ പഠിക്കാൻ കിട്ടുന്നുണ്ടാവുള്ളൂ. പക്ഷെ അത് അവരുടെ സിറ്റുവേഷൻ കൊണ്ടാണ്. ഞാൻ പറഞ്ഞത് അങ്ങനത്തെ സിറ്റുവേഷൻ ഇല്ലാത്ത ആൾക്കാരോടാണ്. നിങ്ങൾ പഠിക്കുന്നവര് ഡെയിലി പഠിക്കണം. അത് ഒരു ദിവസം പഠിച്ച് 2 ദിവസം പഠിക്കാണ്ടിരിക്കരുത്. അങ്ങനെയാണ് പോകുന്നെങ്കിൽ നടക്കില്ല. കാരണം നമുക്ക് 60 ദിവസമേ സമയമുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ 4 to 5 മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, മാക്സിമം ഒരു മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. മാക്സിമം നിങ്ങൾ എത്രയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുന്നത്. ഇപ്പൊ ചിലർക്ക് 10 മണിക്കൂർ പഠിക്കാൻ സമയമുള്ളവരുണ്ടാവും, ചിലർക്ക് 12 മണിക്കൂർ കിട്ടും, ചിലർക്ക് 8 മണിക്കൂർ കിട്ടും. അത് നിങ്ങളുടെ ഇതുപോലെയാണ്, നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. അത് നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ പഠിച്ചോളൂ. പക്ഷെ ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ 4 to 5 അവേഴ്സ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഈ 4 to 5 അവേഴ്സിന് നമുക്ക് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 5 മണിക്കൂറിനെയാണ് ഞാൻ ജസ്റ്റ് പറയുന്നത്. 5 മണിക്കൂറിൽ നിങ്ങൾ അതിൽ 1.5 മണിക്കൂർ എന്തായാലും MEMന് കൊടുക്കുക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ MEM എന്നുള്ള പോർഷൻ, അതായത് MEM എന്ന് ഉദ്ദേശിക്കുന്നത് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ആണ്. ഈ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് നിങ്ങൾ ഒരിക്കലും വിട്ട് കളയരുത്. അത് വെറുതെ പറയുന്നതല്ല. എല്ലാവരും ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അത് വെറുതെ സംസാരിക്കുന്നതല്ല. ഇത് നിങ്ങൾ ഒരു ഡെയിലി നിങ്ങളുടെ റൂട്ടീന്റെ ഭാഗമാക്കുക. ഡെയിലി അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പ് കൊടുക്കുക. അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കുന്നതിന്റെ ഒരു പകുതി സമയം അല്ലെങ്കിൽ ഡെയിലി ഒരു 1.5 മണിക്കൂറെങ്കിലും നിങ്ങൾ MEMന് ഫോക്കസ് കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും, അതായത് നമ്മളിപ്പോ പറയാൻ പോകുന്ന ആ ഹോട്ട് ടോപ്പിക്കുകളിൽ നിങ്ങൾക്ക് അറിയാത്ത പുതിയ ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ അത് പഠിക്കാൻ വേണ്ടി 1.5 മണിക്കൂർ കൊടുക്കുക. ഓക്കെ, കാരണം നമുക്ക് എല്ലാവർക്കും എല്ലാ ടോപ്പിക്കും അറിയണമെന്നൊന്നുമില്ല. അപ്പൊ അറിയില്ലാത്ത ടോപ്പിക്കൽ ഉണ്ടാവും. പുതിയ ടോപ്പിക്ക് പഠിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക, സമയം കൊടുക്കുക. 2 മണിക്കൂർ എന്ത് ചെയ്യുക, നിങ്ങൾ റിവിഷന് വേണ്ടി കൊടുക്കുക. ഈ റിവിഷന് വേണ്ടി കൊടുക്കാൻ എല്ലാവർക്കും മതിയാവും. എല്ലാവരും വിചാരിക്കും ഞാനത് പഠിച്ചതാണ്, എന്തിനാ റിവൈസ് ചെയ്യുന്നത്, എന്റെ തലയിൽ ഉണ്ട് എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. പക്ഷെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ നമ്മൾ പഠിച്ച 100% കാര്യങ്ങളിൽ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടല്ലോ ഒരു 20% ഒക്കെ ഉണ്ടാവുള്ളൂ. നമ്മുടെ മൈൻഡ് നമ്മളെ കള്ളം പറയുന്നതാണ്, നമ്മുടെ തലയിലെല്ലാം ഉണ്ട് എന്നുള്ളത്. സോ നിങ്ങൾ 20% നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുള്ളൂ. സോ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് റിവിഷൻ ചെയ്താൽ മാത്രമേ നമ്മൾ പഠിച്ച സാധനങ്ങൾ അവിടെ അങ്ങനെ നിൽക്കുള്ളൂ. എങ്കിലേ നിങ്ങൾക്ക് ഓപ്ഷൻ കാണുമ്പോൾ മനസ്സിലാവുള്ളൂ. ഇതെന്ന് പറയുന്നത് പണ്ടത്തെ പോലെ എല്ലാം ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. നിങ്ങൾക്ക് 100 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരു 50%ഓ അല്ലെങ്കിൽ ഒരു 40%ഓ സ്റ്റേറ്റ്മെന്റ് വരും. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് കോൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കണം. ഇനി സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല വരിക, ഫാക്റ്റുകളും വരും. അതിനും നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സോ നിങ്ങൾ റിവിഷൻ ചെയ്താൽ മാത്രമേ ഇത് നടക്കുള്ളൂ. സോ നിങ്ങൾ പഠിക്കുമ്പോൾ അതൊരു 2 മണിക്കൂർ നിങ്ങൾ റിവിഷൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഈ റിവിഷൻ പല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ പഠിച്ച് നോട്ട് ഉണ്ടാക്കി വെച്ച നോട്ടുകൾ നിങ്ങൾക്ക് റീവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് പോൾസ്, ഓക്കെ, പോളുകൾ അറ്റൻഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം നമ്മുടെ ഇതിൽ നിന്നാണെങ്കിലും ഈ ചാറ്റിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഒരു കുഞ്ഞ് സ്റ്റഡി ഗ്രൂപ്പ് ഒക്കെ ആയി മാറിയിട്ട് ഒരു 5-6 പേരടങ്ങുന്ന ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഇതിൽ നിന്ന് തന്നെ പരിചയപ്പെടാലോ. നല്ല ഇന്റൻഷനോട് കൂടിയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടാം. എന്നിട്ട് നിങ്ങൾക്ക് ചെറിയ സ്റ്റഡി ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ച കാര്യങ്ങൾ ഷെയർ ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് MCQs ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മോക്ക് എക്സാംസ് ചെയ്യാം. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ റിവിഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പോൾസ് കിട്ടണ ഏതെങ്കിലും ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ഞാനത് ഷെയർ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എക്സാംസ് ഒക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റിവിഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഓൾറെഡി എല്ലാ വീക്ക്ലി എക്സാംസ് നടത്തുന്നുണ്ട്. ആ വീക്ക്ലി എക്സാംസ് കൂടാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എക്സാംസ് ഒക്കെ എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് അറ്റൻഡ് ചെയ്ത് പോയിക്കോളൂ. വളരെ നല്ലതാണ്.
ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾ 5 മണിക്കൂറിനെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്തോളൂ. പക്ഷെ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ സ്ട്രക്ചർ ആയിട്ട് പോകണം. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, പിന്നെ ഒരു GK ടോപ്പിക്, 1-2 GK ടോപ്പിക്, പിന്നെ റിവിഷൻ. ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്ട്രക്ചേർഡ് ആയിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് 60 ദിവസമാണുള്ളത്. 60 ദിവസത്തിന് നമുക്ക് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നമ്മളിപ്പം ഡേ 1 ഇന്ന ടോപ്പിക്കുകൾ പഠിക്കുന്നു, ഡേ 2 ഇന്ന ടോപ്പിക്കുകൾ പഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് 45 ദിവസത്തെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ആ 45 ദിവസം നിങ്ങൾ ടോപ്പിക്കുകൾ പഠിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്. ഇവിടെ നമ്മൾ സിലബസ് തീർക്കുകയല്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, എല്ലാവരും പറയും സിലബസ് തീർക്കാൻ വേണ്ടി നിങ്ങൾ ഓടരുത്, ഇനി സിലബസ് തീർക്കാനുള്ള ടൈം ഇല്ല. സിലബസിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ കേട്ടോ. അപ്പൊ 45 ദിവസത്തിൽ നിങ്ങൾ ഈ ഒരു സിലബസിലെ പ്രധാനപ്പെട്ട ഏരിയാസ് പഠിക്കാൻ വേണ്ടി, അറിയില്ലാത്തവർ അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക, അറിയുന്നവര് അത് റിവിഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ 45 ദിവസം പഠിച്ച കാര്യങ്ങളായിരിക്കും നമ്മൾ നെക്സ്റ്റ് 15 ദിവസം എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നെക്സ്റ്റ് 15 ദിവസം പ്രോപ്പർ ആയിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് അവിടെ എന്തുണ്ടാവും, ഒരു സ്ട്രക്ചർ കിട്ടും. ഓക്കെ, ഈ 15 ദിവസത്തിൽ നിങ്ങൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി PYQs പ്രാക്ടീസ് ചെയ്യാനും അതുപോലെ തന്നെ മോക്ക് എക്സാംസ്, മോക്ക് ടെസ്റ്റ് സീരീസുകൾ ഇപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങൾ ടെസ്റ്റ് സീരീസുകൾ അറ്റൻഡ് ചെയ്യുക. ടെസ്റ്റ് സീരീസുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ തെറ്റിപ്പോകുന്നത് ആ ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക. മതിയാ പറഞ്ഞ ആ പ്ലാൻ ഞാൻ എന്ത് ചെയ്യും, ഇപ്പൊ നമ്മൾ ആ പ്ലാൻ, ഞാൻ 90 ഡേയ്സിന്റെ പ്ലാൻ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഞാൻ വിചാരിച്ചത് മെയ് ലാസ്റ്റിന് എക്സാം വരുന്ന, അപ്പൊ ഞാൻ കറക്റ്റ് 90 ഡേയ്സിന്റെ പ്ലാൻ ആയിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. ഇനി ഞാൻ ആ പ്ലാൻ ഒന്നും കൂടി റീസ്ട്രക്ചർ ചെയ്തിട്ട് ഇപ്പൊ നിങ്ങൾ പോകുന്ന പോലെ തന്നെ പോയിക്കോളൂ. ഞാൻ അതിൽ ടോപ്പിക് അഡീഷണലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ആഡ് ഓൺ ചെയ്തിട്ട് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾ ഇപ്പൊ എങ്ങനെയാണോ പോകുന്നത് അത് തന്നെ ഫോളോ ചെയ്തോളൂ കേട്ടോ. അതിൽ ഞാൻ ടോപ്പിക്ക് വേണ്ടതുപോലെ ആഡ് ചെയ്തോളാം. ഓക്കെ, ഇംഗ്ലീഷ്, മലയാളം ടോപ്പിക് വൈസ് പഠിച്ചെടുക്കാനുള്ള ടൈം ഉണ്ട് കേട്ടോ. ഇതും ടൈം ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ 15 ദിവസത്തിൽ നിങ്ങൾ ടെസ്റ്റ് സീരീസുകൾ ചെയ്തു നോക്കുക. ടെസ്റ്റ് സീരീസുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങൾക്ക് ഒരു ഇത് വേണം. അതായത് നിങ്ങൾ ഒരു ടോപ്പിക് എടുക്കുന്നു, ഫോർ എക്സാമ്പിൾ 5 ഇയർ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് എടുക്കുന്നു. ഈ 5 ഇയർ പ്ലാൻ എന്ന് പറഞ്ഞ ടോപ്പിക് എടുക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വായിക്കുന്ന ഒരാളാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഓരോ ടിക്ക് ഇട്ട് പോവുക. ഒരു വട്ടം വായിച്ചു, അതുകൊണ്ട് രണ്ടാമത്തെ വട്ടം വായിക്കുമ്പോൾ ഒരു ടിക്കും കൂടി ഇടുക, മൂന്നാമത്തെ വട്ടം വായിക്കുമ്പോൾ ഒരു ടിക്കും കൂടി ഇടുക. അറ്റ്ലീസ്റ്റ് നമ്മളിപ്പോ പറയുന്ന 50 ടോപ്പിക്കുകളും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 3 തവണയെങ്കിലും പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പൊ നിങ്ങൾ അത് പ്രിന്റ് എടുത്ത് വെച്ചിട്ട് ഓരോ വട്ടം പഠിക്കുമ്പോൾ ഓരോ ടിക്ക് ഇട്ട് പോയാൽ മതി. അപ്പൊ അത് നിങ്ങൾ കുറച്ച് ദിവസം, ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ടിക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സന്തോഷം വരും. ഓക്കെ, അത് നമുക്ക് നമ്മളെ തന്നെ പ്രൂവ് ചെയ്യാനാണ്. ഇല്ലെങ്കിൽ നമ്മൾ എന്താ, ആരോ ഒരാൾ എന്തോ പറയുന്നു, ഞാൻ അതല്ല ഇരുന്ന് പഠിക്കുന്നു, ആ ഒരു മൈൻഡ് സെറ്റ് വരും. ആ ഒരു മൈൻഡ് സെറ്റ് ഇല്ലാണ്ട് ഞാൻ എനിക്ക് വേണ്ടി പഠിക്കുന്നു, ഞാൻ ഈ പഠിക്കുന്ന കാര്യങ്ങൾ റിവിഷൻ ചെയ്യുന്നുണ്ട് എന്നൊരു ചിന്ത വരുമ്പോൾ ആ ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടിക്കൊക്കെ ഇടാൻ പറയുന്നത്. ആ ടിക്ക് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. ഓക്കെ, ആ ഒരു സന്തോഷം കിട്ടുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് തോന്നും. അപ്പോൾ അങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. ഇനി ഇതിന്റെ കൂടെ നമ്മൾ മസ്റ്റ് ആയിട്ടും PYQs ചെയ്തു നോക്കണം. അപ്പം ഞാൻ ഇനി ടെലിഗ്രാമിൽ ചെയ്യാൻ പോകുന്ന പ്ലാൻ അനുസരിച്ചിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് PYQ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ്. അത് ഇതുപോലെ ലൈവ് വെച്ചിട്ട് ലൈവായിട്ട് ഒരു എക്സാം മോഡിൽ നമുക്ക് ഒരു 1.25 മണിക്കൂർ ഇരുന്നിട്ട് ഓരോ 13 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമ്മൾ 13 ക്വസ്റ്റ്യൻ പേപ്പർ ഇരുന്ന് ചെയ്യാൻ വേണ്ടി പോവാണ്. അത് ഇന്നോ നാളെയോ അല്ല, കുറച്ച് ടോപ്പിക്കുകൾ പഠിച്ചതിന് ശേഷം ഒരു 10-15 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അങ്ങനെ ചെയ്യും. ഓക്കെ, അതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങളിപ്പം ഇത് ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പോവാം. ഫോളോ ചെയ്യാത്തവർ ഈ ലൈവിലുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ഇപ്പൊ പഠിച്ചു പോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പോവുക. എന്നിട്ട് നിങ്ങൾ അതിന്റെ കൂടെ ഓരോ ദിവസം PYQ ചെയ്തു പോകാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് ടോപ്പിക്കുകൾ നോക്കാം. ടോപ്പിക്കുകളിൽ ഇവിടെ കുറച്ച് ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഓൾറെഡി കണ്ടതായിരിക്കും, കാരണം ഞാൻ എന്റെ ഹൈലൈറ്റ്സിൽ ഇട്ടിട്ടുണ്ട്. ആ സെയിം ടോപ്പിക്കുകളൊക്കെ തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെ നമ്മൾ യൂറോപ്യന്മാരുടെ വരവ്, ഇതിപ്പോ ഞാൻ ഓരോ ടോപ്പിക്കും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടതുണ്ടോ, അതോ ജസ്റ്റ് ഇത് കാണിച്ചാൽ മതിയോ? എന്താ ചെയ്യണ്ടേ? കാണിച്ചാൽ മതി. ശരി, ഇവിടെ ഹിസ്റ്ററിയില് ശരി, ഹിസ്റ്ററിയില് യൂറോപ്യന്മാരുടെ വരവാണ്. യൂറോപ്യന്മാരുടെ വരവ് എന്ന് പറയുന്നത് വലിയ ടോപ്പിക്കാണ്. ഇവിടെ നിങ്ങൾ പോർച്ചുഗീസുകാർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. പോർച്ചുഗീസുകാർക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ യൂറോപ്യന്മാരുടെ വരവ് പഠിക്കുക. പോർച്ചുഗീസ് ഡച്ചിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്നിട്ട് അവർ തന്നിട്ടുള്ള പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് ആണ് അവിടെ പഠിക്കേണ്ടത്. പിന്നെ ഹിസ്റ്ററിയിൽ
നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേരള ഹിസ്റ്ററി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ട്രാവൻകൂർ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇവിടെ മാർത്താണ്ഡവർമ്മ, ഓക്കെ, മാർത്താണ്ഡവർമ്മ പഠിക്കണം. മാർത്താണ്ഡവർമ്മ പോലെ തന്നെ സ്ത്രീ റൂളേഴ്സ് ഉണ്ട് അല്ലെ, വുമൻ റൂളേഴ്സ് ഉണ്ട്. അവർക്കും എന്ത് ചെയ്യുക, അവർക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കുക. ഇതിൽ മാർത്താണ്ഡവർമ്മേന്റെ ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. സോ അവിടെ ഇവരെയൊക്കെ പഠിക്കുമ്പോൾ നല്ല വായന വേണം. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് നമ്മുടെ കേരള ഹിസ്റ്ററിയിലെ മറ്റേ ശ്രീധരൻ മേനോൻ സാറിന്റെ ബുക്ക് നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി അതിന്റെ ഈ തിരുവിതാംകൂർ ചരിത്രം മാത്രം ഞാൻ PDF ആയിട്ട് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് തന്നെ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഇനി ദേശീയ പ്രസ്ഥാനത്തിൽ നിങ്ങൾ പ്രധാനപ്പെട്ട എല്ലാ മൂവ്മെന്റുകളും പഠിക്കണം കേട്ടോ. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട മൂവ്മെന്റുകൾ എല്ലാം പഠിക്കണം. അതിൽ അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന മൂവ്മെന്റ് പഠിക്കൂ എന്ന് പറയാനില്ല, എല്ലാ മൂവ്മെന്റുകളും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ഈ സാമൂഹിക മത നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, സ്വാമികൾ, അങ്ങനെ കുറച്ച് ആളുകളുണ്ടല്ലോ, അവരെ ഒന്ന് വൃത്തിയിൽ പഠിച്ചു വെക്കുക. എല്ലാരെയും പോയിരുന്ന് പഠിക്കാതെ അങ്ങനെ എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ആൾക്കാരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കണ്ടോ, അവിടെയൊക്കെ 10ഓളം ക്വസ്റ്റ്യൻസ് ഇതുവരെ വന്നിട്ടുണ്ട്. 10 to 12ഓളം ക്വസ്റ്റ്യൻസ് ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തതിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഈ ഒരു മുഗൾ റൂളേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. മുഗൾ ആർക്കിടെക്ചറും അതുപോലെ തന്നെ ഇടൂ കേട്ടോ. ഹോട്ട് ടോപ്പിക്സിന്റെ PDF ഞാൻ ഈ PDF മൊത്തം ഈ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു PDF മൊത്തം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഈ മുഗൾ ഭരണവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ചോദ്യങ്ങൾ നന്നായിട്ട് വരുന്നുണ്ട്. ഇവിടെ തന്നെ നമ്മുടെ അക്ബറിന്റെ കാലഘട്ടത്തിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ചോദ്യങ്ങൾ ഇപ്പൊ ട്രെൻഡിങ് പോലെ വന്ന് കാണുന്നുണ്ട്. സോ നിങ്ങൾ മുഗൾ റൂളേഴ്സിനെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. മുഗൾ റൂളേഴ്സിനെ പഠിക്കുമ്പോൾ അത് വളരെ വാസ്റ്റ് ആയിട്ട് കിടക്കുക. അപ്പൊ അവിടെ നിങ്ങൾ അവരുടെ പ്രധാനപ്പെട്ട നയങ്ങളും പോളിസീസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്, അവരുടെ പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു മുഗൾ ഭരണത്തിൽ പഠിക്കേണ്ടത്. ഓക്കെ, പിന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷുകാരുടെ ആധിപത്യവുമായി ബന്ധപ്പെട്ട അവരുടെ പ്രധാനപ്പെട്ട ടാക്സ് റീഫോംസും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതാണ് നിങ്ങൾ ആ ഒരു സെക്ഷനിൽ പഠിക്കേണ്ടത്. പിന്നെ 1857 റിവോൾട്ട് ആണ്. ഇത് നിങ്ങൾ ഒന്നും സ്കിപ്പ് ചെയ്ത് അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. അത് പഠിക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു 1.5 മണിക്കൂറും കൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ സുഖമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ചെറിയ ടോപ്പിക്കാണ്. ഇത് വൃത്തിയിൽ പഠിക്കുക, ഇവിടുന്ന് ചോദ്യം വരും. പിന്നെ INCയുടെ ഫോർമേഷൻ, കോൺഗ്രസിന്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട ഭാഗം പഠിക്കുക. അതും നമുക്ക് ഒരുപാട് സമയമൊന്നും എടുക്കണ്ട, ചെറിയ സമയം എടുത്ത് പഠിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഗാന്ധി നിറയിൽ ഗാന്ധിയുടെ എല്ലാ മൂവ്മെന്റുകളും, ഇന്ത്യയിലെ ഗാന്ധി വന്നപ്പോ തൊട്ടിട്ട് ഉള്ള എല്ലാം പഠിക്കണം, കൃത്യമായിട്ട് തന്നെ പഠിക്കണം. 1916 തൊട്ടിട്ട് 1947 വരെയുള്ള ഗാന്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മൂവ്മെന്റുകളും കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ പഠിക്കാം. അതിലൊന്നും സ്കിപ്പ് ചെയ്യില്ല. ഓക്കെ, അതാണ് പറയാനുള്ളത്. അത് അത്രയാണ് ഹിസ്റ്ററിയിൽ പറയാനുള്ളത്. ഇനി വേൾഡ് ഹിസ്റ്ററിയിലോട്ടേക്ക് വരുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫ്രഞ്ച് റവല്യൂഷൻ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് തുടങ്ങിയ ഭാഗങ്ങളൊക്കെയാണ്. ഇനി അതുപോലെ തന്നെ UNOയുടെ ഭാഗങ്ങൾ. പിന്നെ ഇവിടെ ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. ഇവിടെ ഈ UNOയുടെ ഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് വരുമ്പോൾ ഈ UNOയുടെ സെക്ഷനിൽ നമ്മളോട് പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് സിലബസിലുണ്ട്. അപ്പൊ ഇവിടെ ഉണ്ടല്ലോ പ്രധാനപ്പെട്ട വേദികൾ ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ഇപ്പൊ G7 സമ്മിറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട സമ്മിറ്റുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ ആ വേദികൾ അവിടെ ചോദിച്ചു കാണുന്നുണ്ട്. സോ വേദികൾ നിങ്ങൾ പഠിക്കുക കേട്ടോ. ഏത് രാജ്യങ്ങളാണ് ഹോസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു സെക്ഷനിൽ നിങ്ങൾ പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് നല്ല രീതിയിൽ ചോദ്യം വരുന്നുണ്ട്. വേൾഡ് ജോഗ്രഫി പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്ന്, ഈ എർത്തിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല. എർത്തിന്റെ സ്ട്രക്ചർ അവിടുന്ന് എപ്പോഴും ചോദ്യം വരുന്നതാണ്. പിന്നെ നോക്കിക്കേ, ശിലകള്, റോക്സിൽ നിന്ന് ചോദ്യം വരും. അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ, ലെയേഴ്സ്, അതായത് ഓരോ അന്തരീക്ഷ പാളികളിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇതൊക്കെ ഈ ഒരു സെക്ഷനൊക്കെ നമുക്ക് ഒരുപാട് സമയം വേണ്ട പഠിക്കാൻ, ചെറിയ സമയം കൊണ്ട് പഠിക്കാൻ പറ്റുന്നതാണ്. സോ ഇതൊന്നും നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇതിൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്, പ്രഷർ ബെൽറ്റ് ആണ്. അതായത് മർദ്ദ മേഖലകളും കാറ്റും. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, ചിലർക്കെങ്കിലും അത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ നിന്ന് കണ്ടോ 6 to 7ഓളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് നമുക്ക് ലൈവില് ഞാൻ നമ്മൾ മോർണിംഗ് ലൈവ് വെക്കുന്നുണ്ടല്ലോ. അപ്പൊ മോർണിംഗ് ലൈവില് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ ഞാൻ എടുത്തു തരുന്നതായിരിക്കും.
ഇനിയിപ്പോ ലൈവില് കയറാത്തവര് വേറെ ക്ലാസ്സുകൾ എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ട് പഠിക്കുക. ഓക്കെ, ഏതാണോ നിങ്ങൾ പഠിക്കുന്നത് അപ്പൊ ആ ക്ലാസ് കണ്ടിട്ട് പഠിക്കുക. അപ്പൊ ഈ ഒരു സെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത്. വെസ്റ്റലീസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ധാരാളം വരുന്നുണ്ട്. മോർണിംഗ് ലൈവ് ക്ലാസ് 5 മണിക്കാണ്. ഇപ്പൊ 2 ദിവസമായിട്ട് നമ്മൾ ലൈവ് ക്ലാസ് നടത്തിയിട്ടില്ല, ഞാൻ പറയാം. ഓക്കെ, അപ്പം മർദ്ദമേഖലകളിൽ നിന്ന് അതാണ് പറയാനുള്ളത്. പിന്നെ ഇവിടെ ഈ നമ്മുടെ ഓഷ്യൻ കറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും കാണുന്നുണ്ട് കേട്ടോ. ഓഷ്യൻ കറൻസും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, പിന്നെ നമുക്ക് ഇന്ത്യൻ ജോഗ്രഫിയിലോട്ടേക്ക് വരുമ്പോൾ, ഇന്ത്യൻ ജോഗ്രഫിയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യയുടെ ഉത്തര മഹാസമതലം, ഉത്തര പർവ്വത മേഖല, നോർത്തേൺ മൗണ്ടൈൻ സിസ്റ്റം തുടങ്ങിയ മേഖലകളിൽ നിന്ന്, അതായത് ഇന്ത്യൻ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ആ ഒരു സെക്ഷനിൽ കൂടുതലും കണ്ടിട്ടുള്ളത്. സോ നിങ്ങൾ അതും പഠിക്കുക. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ലാസ്റ്റ് നടന്ന ഡിഗ്രി പ്രിലിംസിൽ 2025 സെക്കൻഡ് സ്റ്റേജിൽ ജോഗ്രഫിയിൽ നിന്ന് ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. അപ്പൊ അതില് മൺസൂണുമായി, ഇന്ത്യൻ ക്ലൈമറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ വന്നു കാണുന്നുണ്ട്, വെറൈറ്റി ചോദ്യങ്ങളൊക്കെ വന്നു കാണുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡിലൂടെയും കോമൺ സെൻസിലൂടെയും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ആൻസറിലോട്ടേക്ക് എത്താൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, കിട്ടും റെക്കോർഡ് കിട്ടും. ഓക്കെ, അപ്പം ഇന്ത്യൻ ക്ലൈമറ്റും നമുക്ക് ഒരു പുതിയ രീതിയിൽ നമുക്ക് പഠിക്കാം എന്നുള്ള രീതിയിൽ, അതായത് മൺസൂൺ മാത്രം ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, കേരളത്തിൽ പിന്നെ ഈ ജലപാതകളുമായിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. അതിപ്പം ഡിഗ്രി ലെവലിൽ മാത്രമല്ല, 10th ലെവലിലും +2 ലെവലിലും ഒക്കെ ഈ ജലപാതകളുടെ ചോദ്യങ്ങൾ, അത് റിപ്പീറ്റഡ് എന്ന് പറയാൻ പറ്റില്ല, ഇപ്പൊ അതെന്തോ ട്രെൻഡിങ് പോലെയാണ്, ഇടയ്ക്ക് എവിടുന്നേലും ഒക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് ആ ഒരു ചോദ്യം. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കുക. അത് പഠിക്കാൻ ഒരുപാട് ടൈം വേണ്ടല്ലോ, ഇനിയിപ്പോ ഇൻ കേസ് വന്നാലോ എന്നുള്ള രീതിക്ക് അവിടെ ഇട്ടെന്നേ ഉള്ളൂ, ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, പിന്നെ കേരളത്തിലെ നദികൾ ആസ് യൂഷ്വൽ നമുക്ക് പഠിക്കണം. കേരളത്തിലെ നദികൾ എന്തായാലും പഠിക്കുക. ഓക്കെ, ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടും പഠിക്കാൻ പറയുന്ന ടോപ്പിക്കുകൾ. ഇത് മാത്രം പഠിച്ചാൽ പോരാ, പക്ഷെ ഇത് ഏറ്റവും ബേസിക് ആയിട്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ടോപ്പിക്കുകൾ. ഇനി ഇത് കൂടാണ്ട് പഠിക്കേണ്ട സബ് ടോപ്പിക്കുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും, വരുമ്പം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ ജോഗ്രഫിയിൽ ഇതാണ്. ഓക്കെ, എക്കണോമിക്സിലോട്ടേക്ക് വരുമ്പം നാഷണൽ ഇൻകം ഒന്നും സ്കിപ്പ് ചെയ്ത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ഇത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാഷണൽ ഇൻകത്തിൽ നിന്ന് ചോദ്യം വരും. ഓക്കെ, പിന്നെ RBI ആൻഡ് മോണിറ്ററി പോളിസി കുറച്ച് പേർക്ക് ടഫ് ആയിരിക്കും, ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ടഫ് ആയിരിക്കും. പക്ഷെ ഇതിന്റെ ഈ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഈ മോണിറ്ററി പോളിസി എന്നുള്ളത്. ഇത് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, അതിലൊന്നും സ്കിപ്പ് ചെയ്യാനില്ല. ഞാൻ വീണ്ടും പറയുന്നു, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും വരിക. നന്നായിട്ട് കോൺസെപ്റ്റ് മനസ്സിലായവർക്ക് മാത്രമേ അതിന്റെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ ഒരു തവണ നിങ്ങൾ ആ ഒരു സാധനം എന്താണ്, ആ ഒരു ആശയം എന്താണെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ സുഖമായിട്ട് നിങ്ങൾ ആ ഒരു മാർക്ക്, ഒരു 1 or 2 മാർക്ക് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കും. ഇതൊന്നും നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, പിന്നെ പഞ്ചവത്സര പദ്ധതികൾ, ഇതെന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യില്ല, ഇതെന്തായാലും പഠിക്കണം. അത് ഏത് ലെവലാണെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ ഈ ഉൽപാദന മേഖലകളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറയാനുള്ളത്. പിന്നെ ഇവിടെ ടാക്സിന്റെ ഭാഗമുണ്ട്. ടാക്സ് പഠിപ്പിക്കാം. എക്കണോമിക്സ് എടുക്കാം കേട്ടോ. ടാക്സിന്റെ ഭാഗമുണ്ട് കേട്ടോ, കുറച്ച് ഭാഗങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഏരിയാസ് ഈ ഒരു ഏരിയാസ് ആണ്. ഓക്കെ, പിന്നെ ഞാനിത് ഓരോന്നും പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ PDF ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. എക്സിക്യൂട്ടീവ്, നമുക്ക് സിവിക്സിന്റെ ഭാഗം, സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷനും കൂടി 10 മാർക്കാണ് വരുന്നത്. സിവിക്സിനെയും കോൺസ്റ്റിറ്റ്യൂഷനെയും കൂടി നിങ്ങൾ ഒരുമിച്ച് പഠിച്ചാൽ മതി. നിങ്ങൾ ലക്ഷ്മികാന്ത് എന്നുള്ള ബുക്ക് റെഫർ ചെയ്തിട്ട് സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷനും കൂടി നിങ്ങൾ ഒരുമിച്ച് പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് അങ്ങ് സെറ്റ് ആയിക്കോളും. ഓക്കെ, പിന്നെ സിവിക്സിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ സിവിക്സിന്റെ സിലബസിന്റെ ലാസ്റ്റ് ഭാഗത്ത് വെൽഫെയർ പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സെക്ഷൻ കിടപ്പുണ്ട്. അതെപ്പോഴും കറണ്ട് അഫെയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ഭാഗത്ത് ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ ഈ ഒരു സിവിക്സിന്റെ സെക്ഷനിൽ നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങൾ പ്രധാനപ്പെട്ട പുതിയ അപ്പോയിന്റ്മെന്റുകളെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പോകണം. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ എക്സാം എടുക്കാനാകുമ്പോഴേക്കും നിങ്ങൾ അതിന്റെ ഒരു ടേബിൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ആകുമ്പോൾ റിവിഷൻ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പൊ നിങ്ങൾ അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് പോവുക, പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷനും ആ രീതിയിലാണ് പഠിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഭാഗമാണ് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, അതുപോലെ തന്നെ നമ്മുടെ ആമുഖം, പ്രിയാമ്പിളിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ നമ്മൾ പറയുന്ന പോലെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അതുപോലെ തന്നെ ബേസിക് ഫീച്ചേഴ്സ്. ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തൊന്നും അങ്ങനെ ഭയങ്കര എന്താ പറയാ,
നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ വരാറുള്ളൂ. അങ്ങനെ വലിയ ചോദ്യങ്ങളൊന്നും വരാറില്ല. വന്നാലും ഒരു ചോദ്യമൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ചോദ്യങ്ങളൊക്കെ വരത്തുള്ളൂ. അത് നമുക്ക് മാത്രമായിരിക്കില്ല, എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. അപ്പൊ നിങ്ങൾ അതങ്ങ് വിട്ടോളുക. ഓക്കെ, അപ്പൊ ഇവിടെയൊക്കെ മാർക്ക് എന്തായാലും കിട്ടുന്നതാണ്. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും ഒരിക്കലും വിട്ട് കളയരുത്. ഇനി ആർട്സ് ലിറ്ററേച്ചറിലൊക്കെ നമുക്ക് ഈ എഴുത്തുകാരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ജ്ഞാനപീഠം, കേരളത്തിലെ ജ്ഞാനപീഠ ജേതാക്കളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, മലയാള സിനിമയിൽ നിന്നുള്ള ചോദ്യങ്ങൾ, അതിൽ തന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അവാർഡുകൾ, ലേറ്റസ്റ്റ് അതിപ്പം സാഹിത്യത്തിന് കിട്ടുന്ന അവാർഡാണെങ്കിലും സിനിമയ്ക്ക് കിട്ടുന്ന അവാർഡുകളാണെങ്കിലും പിന്നെ കൃതികളും കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ കറണ്ട് അഫെയർ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുക. പിന്നെ ഈ തൂലികാനാമങ്ങളും അങ്ങനെയുള്ള സെക്ഷനൊക്കെ നിങ്ങൾ കുറച്ച് തൂലികാനാമങ്ങൾ പഠിച്ചു വെക്കണം. ഈ കഥാപാത്രങ്ങളിലൊക്കെ ചിലതൊക്കെ പഠിച്ചു തന്നെ വെക്കണം കേട്ടോ. അപ്പൊ അതവിടെ അത്രേ പറയാനുള്ളൂ. സയൻസ് ആൻഡ് ടെക്നോളജി ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ISROയുടെ മിഷൻസും പിന്നെ നമ്മുടെ കാലാവസ്ഥ, പരിസ്ഥിതി നിങ്ങൾ കൃത്യമായിട്ടും പഠിക്കണം. ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതാണ്. പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഈ നൊബേൽ പ്രൈസ് പഠിക്കണം. അത് ഞാൻ ഈ സയൻസ് ആൻഡ് ടെക്നോളജിന്റെ ഏരിയയിലാണ് ഇട്ടേക്കുന്നത്. കാരണം നൊബേൽ പ്രൈസ് എന്ന് പറയുമ്പോൾ കെമിസ്ട്രി അങ്ങനെ ഓരോന്നിനും കിട്ടിയേക്കുന്നത് ഏതിനാണ് കിട്ടിയേക്കുന്നത് എന്നുള്ള രീതിയിൽ എപ്പോഴും ചോദ്യം വരും. നൊബേൽ പ്രൈസ് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ അത് ആർക്കൊക്കെ കിട്ടി, എന്തിന് കിട്ടി, ഏത് ഇതിനാണ് കിട്ടിയേക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ ആരോഗ്യ പദ്ധതികൾ ഉണ്ടല്ലോ, അതും പഠിക്കണം. അതും ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഓക്കെ, പിന്നെ ഐടിക്ക് ഇപ്പൊ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഈ നെറ്റ്വർക്ക്സിന്റെ ഭാഗത്തു നിന്ന്. ഒരു സമയത്ത് എല്ലാവരും ഈ സൈബർ കുറ്റകൃത്യങ്ങളിൽ നിന്നായിരുന്നു ചോദ്യങ്ങൾ വന്നിരുന്നത്. ഇപ്പൊ ഈ നെറ്റ്വർക്കിന്റെ ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. ഒരു ചോദ്യം എന്തായാലും നെറ്റ്വർക്കിൽ നിന്ന് ഉറപ്പാണ്. സോ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം ബാക്കിയുള്ളവരെല്ലാം അത് പഠിക്കും. അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് അത് മാർക്ക് നഷ്ടപ്പെടുത്താൻ വേണ്ടി പാടില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു 50 ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. ഇത് ഞാൻ എന്തായാലും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. നിങ്ങൾ പ്രിന്റ് എടുത്ത് വെച്ചോ. പ്രിന്റ് എടുത്ത് വെച്ചിട്ട് ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ ടിക്കറ്റ് പോയാൽ മതി. ഇനി ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ 50 ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ മതിയോന്ന്. 50 ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ പോരാ. ഇതിന്റെ കൂടെ ഡെയിലി എന്ത് ചെയ്യണം? ഡെയിലി ഇപ്പൊ നമ്മൾ GK മാത്രമല്ലേ പറഞ്ഞുള്ളൂ. ഡെയിലി MEM പ്രാക്ടീസ് ചെയ്യണം. ഇനി ഇത് കൂടാണ്ട് ഇതിന്റെ കുറച്ച് സബ് ടോപ്പിക്കുകൾ വരുന്നുണ്ട്. ആ സബ് ടോപ്പിക് ഏതൊക്കെയാണ് ഞാൻ ഓരോ ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ തരുന്ന ടൈം ടേബിൾ ഞാൻ എന്ത് ചെയ്യും, അതും കൂടി ആഡ് ഓൺ ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന 5 മണിക്കൂറാണ് ഇപ്പോൾ ഇവിടെ മജോറിറ്റി ആൾക്കാരും പറഞ്ഞിട്ടുള്ളത്. ആ 5 മണിക്കൂർ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്ന 5 മണിക്കൂർ ധാരാളമാണ്. നിങ്ങൾ 5 മണിക്കൂർ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി 10 മണിക്കൂറൊക്കെ സമയം കിട്ടുന്നവരാണെങ്കിൽ ഇത്രയും ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ സമയം എത്രയാണോ, നിങ്ങൾക്ക് ഒരു ദിവസം ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കാൻ പറ്റുമോ ഈ ടോപ്പിക്കുകൾ അതിനനുസരിച്ച് അങ്ങ് ഫോളോ ചെയ്താൽ മതി. MEM എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? PYQs ആണോ ടോപ്പിക് വൈസ് നോക്കണം? എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ മാത്സ് ആണ് നോക്കുന്നതെന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. മാത്സ് ആണ് നോക്കുന്നത്. മാത്സിൽ ഇപ്പം നിങ്ങൾക്ക് പെർസെന്റേജ് ആണ് നോക്കുന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾ അത് ആദ്യം പെർസെന്റേജ് എടുക്കുക. ഇന്നിപ്പം മിഥുൻ പെർസെന്റേജ് എന്നുള്ള ടോപ്പിക്കാണ് പഠിക്കുന്നതെങ്കിൽ ഇന്നത്തെ ദിവസം പെർസെന്റേജ് എടുത്തിട്ട് പെർസെന്റേജിൽ നിന്നുള്ള 20 ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ പെർസെന്റേജിൽ തന്നെ ഒരു 20 ടൈപ്പ് ഉണ്ടാവും അല്ലെ. അപ്പൊ ആ 20 ടൈപ്പ് എന്ത് ചെയ്യുക, ഇന്നത്തെ ദിവസം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ദിവസം കൂടി വേണമെങ്കിൽ ഒരു ദിവസം കൂടി എടുക്കുക. ദെൻ അടുത്തത് ടോപ്പിക് വൈസ്. ഓക്കെ, മാത്സിലൊക്കെ ടോപ്പിക് വൈസ് ചെയ്യുക. പക്ഷെ മലയാളത്തിൽ നിങ്ങൾ അങ്ങനെ ടോപ്പിക് വൈസ് ചെയ്യണമെന്ന് ഞാൻ പറയണില്ല. മലയാളം നിങ്ങൾക്ക് ഒരു ദിവസം എങ്ങനെയാണോ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് അതിനനുസരിച്ച് പഠിച്ചു വയ്ക്കുള്ളൂ. കാരണം മലയാളം നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഒരു ദിവസം തന്നെ ഒരു പദശുദ്ധി, വാക്യശുദ്ധി, കുറച്ച് എന്താ പറയാ, കുറച്ച് ഒറ്റപ്പദങ്ങൾ, ഒരു 5 ഒറ്റപ്പദങ്ങൾ പഠിക്കാം. 5 ഒറ്റപ്പദങ്ങൾ പഠിച്ചിട്ട് ഒരു 5 വിപരീത പദങ്ങൾ പഠിക്കാം. 5 പര്യായ പദങ്ങൾ പഠിക്കാം. അങ്ങനെ പോയാൽ മതി. ഇംഗ്ലീഷിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാല് ഒരു ഗ്രാമർ പോർഷനും ഒരു വൊക്കാബുലറി. ഓക്കെ, ഒരു വൊക്കാബുലറി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്ന് 5 ഫ്രേസൽ വെർബുകൾ പഠിക്കുന്നു. 5 ഫ്രേസൽ വെർബുകൾ പഠിക്കുന്നു. ഇന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കുന്നു. ക്വസ്റ്റ്യൻ ടാഗും ഫ്രേസൽ വെർബും. അപ്പൊ നിങ്ങൾ അവിടെ ഗ്രാമറും പഠിച്ചു, വൊക്കാബുലറിയും പഠിച്ചു. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിനെ സമീപിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം, ഇപ്പൊ സാറ്റർഡേയോ സൺഡേയോ ഏത് ദിവസമാണോ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ആ ഒരു ദിവസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ 2021 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. നമ്മൾ 2021 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് പറയുന്നത്. 2021 സ്റ്റേജ് 1 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. എന്നിട്ട് അവിടുത്തെ നമ്മുടെ MEM ഇല്ലേ, അവിടുത്തെ 50 ക്വസ്റ്റ്യൻസ് ഉണ്ട് MEM-ല്. ആ 50 ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ ഒരു വീക്കിൽ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന്. അങ്ങനെ നിങ്ങൾ സ്വന്തം ഒന്ന് വിലയിരുത്തുക. ആ PYQ ചെയ്യുമ്പോൾ, ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം. ഈ ആഴ്ച മിഥുൻ പഠിച്ചേക്കുന്നത് പെർസെന്റേജ്
പഠിച്ചു, ആവറേജ് പഠിച്ചു, ക്ലോക്ക് പഠിച്ചു. ഓക്കെ, ക്ലോക്ക് പഠിച്ചു. ഈ ആഴ്ച മിഥുൻ ഇത്രയും ടോപ്പിക്കാണ് മാത്സിൽ പഠിച്ചേക്കുന്നത്. ഇനി മലയാളത്തിൽ പദശുദ്ധി, മലയാളം വിടാട്ടോ, മലയാളം പറയുന്നില്ല ഞാൻ. ഇംഗ്ലീഷിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ടാഗ്, ഇൻഡയറക്റ്റ് സ്പീച്ച്, അതുപോലെ തന്നെ കുറച്ച് വൊക്കാബുലറി പഠിച്ചു. ഓക്കെ, ഇതാണ് ഈ ഒരാഴ്ച മിഥുൻ പഠിച്ചെന്ന് വിചാരിക്കുക. എന്നിട്ട് മിഥുൻ എന്ത് ചെയ്യുന്നു, ഈ ആഴ്ച കഴിഞ്ഞപ്പം 50 മാർക്കിന്റെ 2021 ഫസ്റ്റ് സ്റ്റേജിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഈ 50 മാർക്കിൽ മിഥുന് എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കുക. അപ്പം മിഥുന് ഒരു 30 മാർക്കാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, 30 എണ്ണം റൈറ്റ് ആയി, 20 എണ്ണം റോങ് ആയി. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ 20 എണ്ണം റോങ് ആയതില് ഈ ടോപ്പിക്കുകൾ ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, നമ്മൾ ആ ഒരാഴ്ച പഠിച്ച ടോപ്പിക്കുകൾ ഈ 20 എണ്ണം റോങ് ആയതിൽ ഉണ്ടോ എന്ന് നോക്കുക. ആ 20 എണ്ണത്തില് നിങ്ങൾ ഈ ആഴ്ച പഠിച്ച ടോപ്പിക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വീണ്ടും അത് വർക്ക്ഔട്ട് ചെയ്യാം. എന്തുകൊണ്ട് അത് തെറ്റി എന്നുള്ളത് വർക്ക്ഔട്ട് ചെയ്യാം. ചേർത്തെഴുത്ത് പിരിച്ചെഴുത്ത് ഞാൻ ബാക്കി ലൈവിലായിരിക്കും എടുക്കുക. കാരണം നമ്മുടെ അതെനിക്ക് വോയിസ് ആയിട്ട് ഇടുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് എനിക്ക് സ്ക്രീനിൽ വരച്ച് കാണിച്ചാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത് ബാക്കി ഇടാത്തത്. ഓക്കെ, അപ്പം MEM പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് മനസ്സിലായോ മിഥുൻ? കിട്ടിയെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 60 ഡേയ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ ഇനി നമ്മൾ ഓൾറെഡി ഡിഗ്രി ലെവൽ ഒരു പ്ലാൻ പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്ലാനില് ഈ ടോപ്പിക്കുകൾ, ഇപ്പൊ ഞാൻ പറഞ്ഞേക്കുന്ന ഈ ഹോട്ട് ടോപ്പിക്കുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ആയിരിക്കും ഇനി വരുന്ന പ്ലാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ വളരെ സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അത് പറ്റില്ല, ഇനി നമുക്ക് കുറച്ച് സ്പീഡിൽ പോകണം. ഓക്കെ, അപ്പൊ ഇനി വരുന്ന ടൈം ടേബിളിൽ കുറച്ചും കൂടി സ്പീഡിൽ നിങ്ങൾ ടോപ്പിക്ക് തീർക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇനി നിങ്ങൾ ആരും എന്നോട് സിലബസ് മുഴുവൻ കവർ ആക്കുമോ എന്ന് ചോദിക്കരുത്. സിലബസ് മുഴുവൻ കവർ ആക്കും എന്നൊരു കള്ളം ഞാൻ പറയില്ല. സിലബസ് മുഴുവൻ 60 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, പ്രധാനപ്പെട്ട ഏരിയാസ് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ആക്കിയിട്ട് പോവാം. അതേ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, ആർക്കും പറ്റില്ല 60 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ. ടെൻഷൻ ഫ്രീ ആവാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാല്, നിങ്ങൾക്ക് ഇപ്പം 2-3 ദിവസം പഠിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷൻ വരും. അപ്പൊ എന്തെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്യുക. ഫുൾ ടൈം ഇരുന്ന് പഠിക്കുമ്പോൾ ടെൻഷൻ വരും. പിന്നെ നമ്മൾ ഈ ടെൻഷൻ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എന്താ വെച്ചാൽ എക്സാം ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് ഓരോ വീക്ക് എഴുതുമ്പോഴും, ഇപ്പൊ ചിലർക്കൊക്കെ നമ്മൾ വീക്കിലി എക്സാം ഇടുമ്പോഴല്ലോ ചില ആളുകളൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അവർക്ക് ഭയങ്കര സ്പിരിറ്റാ, ഈ ആഴ്ചേനെക്കാളും അടുത്ത ആഴ്ച മാർക്ക് കൂടുതൽ കിട്ടുമ്പോൾ ഒരു സ്പിരിറ്റാ. അപ്പൊ നിങ്ങളും ആ ഒരു സ്പിരിറ്റ് എടുക്കൂ. ഇപ്പൊ ഈ ആഴ്ച നിങ്ങൾക്ക് ഇപ്പം സെപ്റ്റംബർ, സഫിയ എന്നല്ലേ പേര് പറഞ്ഞ, സഫ്നയല്ലേ, ഇപ്പൊ ഈ ആഴ്ച ഒരു 20 മാർക്കാ കിട്ടിയത്. നെക്സ്റ്റ് ആഴ്ച അത് 25 ആക്കും എന്ന് മനസ്സിന് ഉറപ്പ് കൊടുക്കും. എന്നിട്ട് നെക്സ്റ്റ് ആഴ്ച 25 എടുക്കുക. അപ്പൊ നമുക്ക് മനസ്സിന് കുറച്ചൊരു സമാധാനം കിട്ടും. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടോപ്പിക്ക് തീർന്നില്ല. ഇപ്പൊ ചില ദിവസം നമുക്ക് തരുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയെന്ന് വരില്ല. അതൊക്കെ ഓരോ മനുഷ്യർക്ക് ഓരോ സാഹചര്യമല്ലേ. അപ്പൊ ഒരു ദിവസം നിങ്ങൾക്ക് ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ സാറില്ല, അതോടെ വിടൂ. അത് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ റിവിഷൻ ഡേ ഉണ്ടല്ലോ, റിവിഷൻ ഡേയിൽ നമുക്ക് കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ഓരോ വീക്കും എക്സാം എഴുതുമ്പോൾ നിങ്ങളുടെ മാർക്ക് റേഞ്ചിൽ മാറ്റം വരുന്നുണ്ടെന്ന് നിങ്ങൾ തന്നെ ഉറപ്പ് വരുത്തണം. ഓക്കെ, അല്ലാതെ ആ ഒരു മാർക്ക് അയ്യോ എനിക്ക് അങ്ങനെയല്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം. നിങ്ങൾ തന്നെ അത് സ്വയം ഒന്ന് ട്രാക്ക് ചെയ്യണം. നിങ്ങളൊരു ബുക്കും പേപ്പറും എടുത്തിട്ട് ഓരോ കോളം വരച്ചിട്ട് വീക്ക് 1 എത്ര കിട്ടി, വീക്ക് 2 എത്ര കിട്ടി എന്ന് മാർക്ക് എഴുതി വെക്കൂ. എന്നിട്ട് നിങ്ങൾ നോക്കൂ. ഇപ്പൊ നമ്മള് 2 എക്സാംസ് ആണ് ഡിഗ്രി ലെവലിൽ നടത്തിയത്. ഈ 2 എക്സാംസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കോറിൽ വ്യത്യാസം വന്നോ? ആർക്കെങ്കിലും? ഋഷിക്ക് വ്യത്യാസം വന്നിട്ടുണ്ടോ? ഋഷിക്ക് ഇപ്രാവശ്യം നല്ല മാർക്ക് ഉണ്ടല്ലോ ഈ വീക്കില്, വന്നിട്ടുണ്ട്. ദേവികയ്ക്കോ? അപ്പൊ നിങ്ങൾക്ക് മാർക്കിൽ വ്യത്യാസം വരുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. അപ്പൊ നമ്മുടെ ടെൻഷൻ കുറച്ച് കുറയും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ടെൻഷനൊക്കെ മാറ്റാൻ വേണ്ടി ഓപ്ഷൻ ഉള്ളൂ. വേറെ ഓപ്ഷൻ ഇല്ല. അത് നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി, 60 ദിവസമല്ലേ ഉള്ളൂ. 60 ദിവസം കൊണ്ട് 60 ദിവസം എന്തെങ്കിലും ആവട്ടെ, 60 ദിവസം ഞാൻ അങ്ങ് ട്രൈ ചെയ്യണു, ബാക്കി 60 ദിവസം കഴിഞ്ഞിട്ട് കാണാന്ന് വിചാരിക്കും. മെയ് 2 ശേഷം ബാക്കി എല്ലാം ഫേസ് ചെയ്യാം. മെയ് 2 വരെ ഞാൻ ഇതിലായിരിക്കും, ഇതിൽ ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നൊരു ഉറപ്പ് കൊടുക്കും. ഉള്ള സമയം മതി. ഇപ്പം ഒരു 2 മണിക്കൂറൊക്കെ പഠിച്ചിട്ടും പാസ്സായവരൊക്കെ ഉണ്ട്. ഒന്നും അറിയാണ്ട് 2-3 മാസം ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്ന് പഠിച്ച് പാസ്സായവരും ഉണ്ട്. അപ്പൊ അതൊന്നും ഇല്ല, നമ്മുടെ ഡെഡിക്കേഷൻ തന്നെയാണ്. നമ്മുടെ ഡെഡിക്കേഷനാണ് എല്ലാം ഡിറ്റർമൈൻ ചെയ്യാം. അപ്പൊ അത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. അപ്പം നമ്മുടെ പ്ലാൻ ഫോളോ ചെയ്യുന്നവർ അങ്ങനെ ഫോളോ ചെയ്യുക.
അല്ലാത്തവര് നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കുക. ഈ ടോപ്പിക്കിന്റെ സ്റ്റഡി, ഈ ഒരു ടോപ്പിക് ഞാൻ ഗ്രൂപ്പിൽ ഇടാം. എന്നിട്ട് നിങ്ങൾ സ്വന്തം ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പഠിച്ചാലും മതി. എന്താണോ നിങ്ങൾക്ക് ഓക്കെ അത് നിങ്ങൾ ചെയ്യുക. വേറെ ഒന്നും പറയാനില്ല. അത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഏകദേശം ഇനിയുള്ള 60 ദിവസത്തിൽ എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ 6000 to 7000 പേരുടെ ഇടയിലാവണം. അല്ലാണ്ട് നിങ്ങൾ ആ 3 ലക്ഷം പേരില് ബാക്കിയുള്ള ആൾക്കാരുടെ ഇടയിലല്ല ആവേണ്ടത്. ഈ 6000 to 7000 ഉള്ളില് കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരായിട്ട് നിൽക്കുക. അവരോടാണ് നമ്മൾ മത്സരിക്കേണ്ടത്. അപ്പൊ ആ ഒരു കാര്യം എപ്പോഴും മൈൻഡിൽ നിൽക്കുക. പിന്നെ എന്താ വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഇതിലുള്ള ആളുകൾ കൂടുതലും ഒരുപാട് ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണ്. അതായത് വീട്ടില് ഫാമിലി മാറ്റർ ഉണ്ടാവും, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ പഠിക്കാനുള്ള സാഹചര്യം വളരെ അത്ര നല്ല സാഹചര്യം അല്ലാത്ത ആളുകളാണ് കൂടുതലുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പഠിക്കണം എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ, നിങ്ങൾ പഠിക്കാൻ മുന്നോട്ട് വരുന്നുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ ലൈവിൽ കയറുന്നത്. ഞാൻ രാവിലെ 5 മണിക്ക് ലൈവ് വെക്കുമ്പോൾ ആ 5 മണിക്ക് കയറുന്ന ഒരു 25 പേരുണ്ട്. അപ്പൊ നിങ്ങൾ അത്രയും എഫോർട്ട് നിങ്ങൾ ഇടുന്നുണ്ട് എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. ഓക്കെ, അത്രയും എഫോർട്ട് ഇടാൻ നിങ്ങൾക്ക് ഒരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചെറിയ സമയം കൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ തന്നെയുണ്ട്. ഇപ്പം കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് എന്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ട്. ആള് ഒരുപാട് സാഹചര്യങ്ങൾ, വളരെ മോശം സാഹചര്യങ്ങളിൽ കൂടി പോയ ആളാണ്. ആള് ഒരു ദിവസത്തിലേക്ക് 3 മണിക്കൂറേ മറ്റേ പഠിച്ചിട്ടുള്ളൂ. ആൾക്ക് എന്താണ് PSC എന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല. എന്നിട്ട് പുള്ളിക്കാരി 6 മാസം കൊണ്ടാണ് ക്ലിയർ ആയത്, പ്രിലിംസ് ക്ലിയർ ആയത്. പ്രിലിംസ് ക്ലിയർ ആവുക മാത്രമല്ല, മെയിൻസിനും പുള്ളിക്കാരിക്ക് അത്യാവശ്യം അത്രയും മോശമായിട്ടുള്ള സാഹചര്യം ആയിട്ട് പോലും നല്ലൊരു മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ കട്ട് ഓഫ് കിടന്നില്ല, എന്നാലും കട്ട് ഓഫിനോട്ട് അടുത്ത് കിടക്കുന്ന ഒരു മാർക്ക് അവർക്ക് കിട്ടി. അപ്പൊ ഞാൻ പറയുന്നത് ഇതാണ്, നമുക്ക് കിട്ടായിയൊന്നും ഇല്ല, നമ്മളെ കൊണ്ട് പറ്റായിയൊന്നും ഇല്ല. അപ്പൊ നിങ്ങളുടെ സാഹചര്യം എന്താണെങ്കിലും നിങ്ങൾക്ക് ഒരു ദിവസം പഠിക്കാൻ പറ്റിയില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ ഓവർ സ്ട്രെസ് ആവാണ്ടിരിക്കുക. പറ്റുന്നത് പോലെ പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കിപ്പോ സിറ്റുവേഷൻ മോശമുള്ളവരോടാണ് പറയുന്നത്. പറ്റുന്നത് പോലെ ട്രൈ ചെയ്യൂ. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ, ഒന്നും ചെയ്യാണ്ടിരിക്കുന്നതിലും നല്ലത്. എനിക്ക് സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാണ്ടിരിക്കുന്നതിലും നല്ലതാണ് എന്തെങ്കിലും ചെയ്യാന്നുള്ളത്. അപ്പൊ എന്തെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. അപ്പൊ അതിന് അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന അത്ര എഫോർട്ട് ഇടുന്നതിന് എന്തായാലും എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാകും. ഈ ഒരു ഇതല്ലെങ്കിൽ, ഈ ഒരു പെർട്ടിക്കുലർ എക്സാം അല്ലെങ്കിൽ അടുത്തതെന്നുള്ളത്, അടുത്തെന്ന് ഉദ്ദേശിക്കുന്ന ഇത് നമുക്ക് ഈ ഒരു വർഷം തന്നെ ഒരുപാട് പരീക്ഷകളാണ് കിടക്കുന്നത്. അപ്പൊ ഇപ്പൊ ഈ ഒരു പരീക്ഷയ്ക്ക് പഠിക്കുന്നത് തീർച്ചയായിട്ടും മറ്റ് എക്സാംസിന് യൂസ് ആവും. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമുക്ക് അതും കൂടി ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇനിയിപ്പൊ അതിനുള്ള സമയമൊന്നും ഇല്ല. നിങ്ങളിപ്പോ ഇനി നിങ്ങൾക്ക് ഫുൾ ടൈം ഇരുന്നിട്ട്, അതായത് SCRT NCRT ഫുള്ള് കവർ ചെയ്യാനുള്ള സമയമില്ല. ഞാൻ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ടോപ്പിക്കിന്റെ SCRT NCRT കവർ ചെയ്യുക. മുഴുവൻ ടോപ്പിക്കും നമുക്ക് കവർ ചെയ്യാനുള്ള ടൈം കിട്ടത്തില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിന്റെ SCRT NCRT കവർ ചെയ്യുക. അതിന് ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണോ, അതായത് കുറച്ച് ബേസും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം നിങ്ങൾ ആ റിവിഷൻ ചെയ്താൽ മതി, പഠിച്ച സാധനങ്ങൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്താൽ മതി. അയ്യോ, ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് എങ്ങനെയാ പഠിക്കേണ്ടത്? കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ഏതെങ്കിലും യൂട്യൂബ് ചാനൽസ് റെഫർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മന്ത്ലി മാഗസിൻ ഒക്കെ കിട്ടുവാണെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് പഠിക്കാം. പല രീതിയിൽ പഠിക്കാം കേട്ടോ. കറണ്ട് അഫയേഴ്സ് എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. കൃത്യമായിട്ടൊരു 1 ഇയറിലെ കറണ്ട് അഫയേഴ്സ് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. 1 ഇയർ കറണ്ട് അഫയേഴ്സ് നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, ആ
ഞാൻ വിചാരിച്ചത് ഞാൻ 5 ഇയർ പ്ലാനിന്റെ നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നെന്നാണ്. കാരണം ഞാൻ ആ പ്ലാനിങ്ങിന്റെ നോട്ടിൽ 5 ഇയർ പ്ലാനും ഉണ്ടായിരുന്നെന്നാണ് വിചാരിച്ചത്. അത് എന്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു, അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നാളെ നിങ്ങൾക്ക് 5 ഇയർ പ്ലാൻ തന്നെയാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഞാനത് ഇടാം കേട്ടോ, ഇപ്പൊ തന്നെ ഇടാം, ഇത് ക്ലാസ് കഴിഞ്ഞ ഉടനെ ഇടാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടോ പറയാൻ? ഇനിയുള്ള 60 ദിവസം നിങ്ങൾ നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യൂ കേട്ടോ. ഞാൻ പറയാം പറഞ്ഞ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ക്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യും, ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ആ, ഉണ്ടാവും ഉണ്ടാവും. അതായത് എല്ലാ 50 ടോപ്പിക്കിന്റെയും ക്ലാസ് ഉണ്ടാവില്ല. കാരണം എന്റെ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ നമ്മുടെ എക്കണോമിക്സ്, പിന്നെ ജോഗ്രഫി, ഈ 3 സബ്ജക്റ്റുകളാണ്. ഈ 3 സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട ക്ലാസ് ഉണ്ടാവും. പിന്നെ മലയാളത്തിന്റെ കുറച്ച് ടോപ്പിക്കുകൾ. അത് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് സമയം കൊടുക്കൂ. കുറച്ച് ടോപ്പിക്കുകൾ പഠിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇടുന്ന എക്സാമിന്റെ ആണോ, അതോ നിങ്ങളുടെ PYQ ആണോ പറഞ്ഞത്? നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ ഇടാട്ടോ, റെക്കോർഡ് ഇടാം. ഞാൻ പറഞ്ഞതുപോലെ ഒരു കാര്യം നമുക്ക് ചെയ്യാം. നമുക്ക് ലൈവായിട്ട് നമുക്കൊരു PYQ എക്സാം നടത്തി നോക്കാം. അതെങ്ങനെയാണ് വർക്ക് ആവണേന്ന് നമുക്കൊന്ന് ലൈവായിട്ട് ഒരെണ്ണം നടത്തി നോക്കാം. എന്നിട്ട് അത് നടത്തുന്ന സമയത്ത് ആ ഒരു എക്സാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ PYQന്റെ ഒരു ക്ലാസ് വെക്കാം. അതായത് ആ PYQയുടെ ഓരോ ക്വസ്റ്റ്യൻസും എടുത്തിട്ട് നമുക്കൊരു ക്ലാസ് വെക്കാം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യനെ അഡ്രസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് ആദ്യം ഒരാഴ്ച കഴിയട്ടെ. നിങ്ങൾ ആദ്യം കുറച്ച് ടോപ്പിക്ക് പഠിച്ചിട്ട് പോവാം. അല്ലാണ്ട് നിങ്ങൾ പെട്ടെന്ന് കയറിയിട്ട് ഒരു PYQ എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ എല്ലാം മനസ്സിലാവത്തില്ല. കുറച്ച് ടോപ്പിക്കൊക്കെ നമുക്ക് അറിയുമെങ്കിലല്ലേ PYQ നോക്കിയാൽ മനസ്സിലാവുള്ളൂ. നമുക്ക് ഒരു സാധനം അറിയാണ്ട് നമ്മൾ ഡയറക്റ്റ് PYQ നോക്കിയാൽ നമുക്ക് ഒന്നും കിട്ടില്ല. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, വേറെന്താ? ഓക്കെ, എന്നാ പിന്നെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ, വേറൊന്നും ഇല്ലെങ്കിൽ? ഓക്കെ, ശരി. അപ്പൊ ഞാൻ ഇനി മുന്നോട്ടേക്കുള്ള നമ്മുടെ സ്റ്റഡി പ്ലാനും കാര്യങ്ങളെല്ലാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണോ പോകുന്നത് അങ്ങനെ തന്നെ പോയിക്കോളൂ. ഞാൻ ടൈം ടേബിൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നോളാം. ഇപ്പൊ നിങ്ങൾ പോകുന്നത് നിങ്ങൾ പെട്ടെന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പം ഇപ്പൊ പോണ പ്ലാനിൽ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ പഠിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പൊ ഇനി വരുന്ന ക്ലാസ്സുകൾ നമുക്ക് ഞാൻ എപ്പോഴാ ക്ലാസ് എന്നൊക്കെ ഉള്ളത് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്, താങ്ക് യു.